യെസ്, ഗുഡ് ഈവനിങ്. ഇപ്പൊ ഇന്ന് ബൈജൂസ് അക്കാഡമി ചാറ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ചാറ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചാമ്പ്യന്മാരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ആ ചാറ്റ് വിത്ത് ചാമ്പ്യൻസിൽ ആദ്യം ആരെ സെലക്ട് ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു പേര് ജയലക്ഷ്മിയുടെയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ, പല കാരണങ്ങളുണ്ട്. കാരണം സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ധാരാളം അഡ്വൈസേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിൽ കൂടെ ജയലക്ഷ്മിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജയലക്ഷ്മിയുടെ വർക്കിംഗ് മെത്തേഡും രീതികളും ഒക്കെ അങ്ങനെയാണ്. അതായത് ഞാൻ ജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത്, ജയലക്ഷ്മി പറയോ ഞാൻ പറയോ അറിയില്ല, ഒരു ഫോൺ കോളിലൂടെ പരിചയപ്പെട്ടത്. ഇത് നമ്മുടെ ജോസി സാർ കൊടുത്ത ഒരു ഫോൺ നമ്പറിലൂടെയാണ് ഞാൻ ജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത്. ശരി, ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, ആരെങ്കിലും മ്യൂട്ടിൽ നിൽക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ആവാതെ. ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. എനിക്കെന്തോ വോയിസ് കയറി വരുന്ന പോലെ ഒരു ഡൗട്ട്. ജയലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ ചെറിയൊരു നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ജയലക്ഷ്മി സംസാരിക്കുമ്പോൾ എടുത്തു വിട്ടാൽ മതി, മ്യൂട്ട് എടുത്തു വിട്ടാൽ മതി. ഇപ്പൊ എന്തോ അവിടുത്തെ വീട്ടിലെ സൗണ്ട് എന്തോ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജയലക്ഷ്മി ഇങ്ങനെ ഞാനുമായിട്ട് പരിചയമായി. അന്ന് എന്നോട് ഈ LIC ഏജൻസി ഇടയ്ക്ക് വെച്ച് എന്തോ നിന്നുപോയി, അപ്പൊ അത് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ ഞാൻ നോർമൽ കേരളത്തിൽ നിന്ന് ആര് വിളിച്ചാലും പൊതുവെ എനിക്ക് എന്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് നിറയെ പേര് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന പോലെ സ്വാഭാവികമായിട്ട് ഒരു 4 വർഷം മുമ്പ് ജയലക്ഷ്മിയോട് സംസാരിച്ച്, പക്ഷെ അന്ന് മുതൽ എന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന, എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ജയലക്ഷ്മിയെ ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടി, ധാരാളം ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ബിസിനസ്സും നോക്കുന്നു. അതിനേക്കാൾ ഉപരി കേരളത്തിലെ സാധാരണ ഒരു പെർസെന്റേജ് ഏജൻസ് മാത്രമേ ഞാൻ ചെയ്യുന്ന തൊഴിലിൽ അടുത്ത ആളും കൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സെർട്ടൻ പെർസെന്റേജ് ഓഫ് പീപ്പിൾ. അപ്പൊ അങ്ങനെ ബഡ്ഡിംഗ് ഹെവൻ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ദിവസം രാവിലെ, സത്യത്തിൽ ഇപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളൂ. എണീക്കുമ്പോൾ ഞാൻ ജയലക്ഷ്മിയുടെ വോയിസ് മെസ്സേജ് ഒക്കെ കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വോയിസ് ഒക്കെ ഇട്ട്, ചിലപ്പോൾ അത് ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ പാട്ടായിരിക്കാം, അങ്ങനെ എല്ലാം സകലകലാവല്ലഭ എന്നൊക്കെ പറയുന്ന പോലെയാണ് ജയലക്ഷ്മിയുടെ കാര്യങ്ങൾ. ബിസിനസ്സിന് നല്ല വിജയമുണ്ട്, കാരണം ലാസ്റ്റ് ഇയർ ആയിട്ട് MDRT ആണ്. അതിലുപരി ഒരു 10-200 പോളിസികൾ, കഴിഞ്ഞ തവണ ഡബിൾ സെഞ്ചുറിയൻ ആണ്. എല്ലാ മേഖലയിലുള്ള പോളിസികൾ, അത് യൂലിപ്പും എല്ലാ പോളിസികളും ചെയ്യുന്നുണ്ട്. ഭീമ സ്കൂൾ ചെയ്യുന്നുണ്ട്, ഭീമാഗ്രാം ചെയ്യുന്നുണ്ട്, എംപ്ലോയർ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തു വെക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പൊ അത്തരത്തിൽ ജയലക്ഷ്മിനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ സെഷൻ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പൊ ജയലക്ഷ്മിയോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ എപ്പോഴും നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജന്റ് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഓരോ ഏജന്റിനും ബിസിനസ് കിട്ടുന്ന ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പൊ എനിക്ക് ബൈജുവിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബിസിനസ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. പക്ഷെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ബിസിനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടും. അത് ഷെയർ ചെയ്യാൻ മനസ്സുള്ള ആളുകളെയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ജയലക്ഷ്മി ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, യാതൊരു സംശയമില്ല. അപ്പോ ജയലക്ഷ്മിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ജയലക്ഷ്മിയെ കുറിച്ച് ഞാൻ ഇന്ന് മീറ്റിംഗ് ഇട്ടപ്പോ, അതായത് നമ്മള് രാവിലെ ജയലക്ഷ്മിയെ കുറിച്ചുള്ള ആ ഒരു റൈറ്റപ്പ് കിട്ടപ്പോ അറിയാതെ എന്റെ തെറ്റ് കാരണം കലൂർ ബ്രാഞ്ച് എന്നുള്ളത് നോർത്ത് പറവൂർ ബ്രാഞ്ച് ആയിപ്പോയി. പോസ്റ്ററിൽ കലൂരായിരുന്നു. അത് എനിക്ക് പറ്റിയ, അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ജയലക്ഷ്മി എറണാകുളത്തുള്ള കലൂർ ബ്രാഞ്ചിലാണ്. മറ്റുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്ന തൊഴിലിൽ മറ്റൊരാളും രക്ഷപ്പെട്ടു വരണം. ധാരാളം ആളുകൾ ജയലക്ഷ്മി അങ്ങനെ ഏജന്റുമാരെ മാത്രമല്ല, പുതുതായിട്ട് വന്ന നമ്മുടെ ADOsമാരെ അടക്കം ആ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പോ എറണാകുളത്ത് ഈ ഇടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിരുന്നു. എന്നെയൊക്കെ ഞെട്ടിച്ചൊരു സംഗതിയായിരുന്നു അത്. അങ്ങനെയൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ടൈം, അങ്ങനെയൊക്കെ കേരളത്തിലുള്ള ഏജന്റുമാരൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ സംഗതിയാണ്. അപ്പൊ എന്തായാലും ജയലക്ഷ്മിയെ വെൽക്കം ചെയ്യാം. വെൽക്കം ജയലക്ഷ്മി, ദ പ്ലാറ്റ്ഫോം ഓഫ് ബൈജൂസ് അക്കാഡമി. മ്യൂട്ടില്ല കേട്ടോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ജയലക്ഷ്മി, ഇനി ജയലക്ഷ്മിയോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാണ്, വളരെ ചെറിയ പ്രായത്തില് LIC ഏജൻസി തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എല്ലാവർക്കും സാദര നമസ്കാരം. എൻ്റെ പേര് ജയലക്ഷ്മി. ഞാൻ LIC എറണാകുളം ഡിവിഷൻ കലൂർ ബ്രാഞ്ചിലെ ഏജന്റ് ആണ്. 2002 മാർച്ച് 7-നാണ് ഞാൻ LIC ഏജൻസി എടുക്കുന്നത്. 22 വർഷം 53 ദിവസമായി ഇന്ന് LICയിൽ ജോയിൻ ചെയ്തിട്ട്.
സാറ് ചോദിച്ച ചോദ്യത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു സായാഹ്നം വളരെയധികം ടെൻഷനിലായിരുന്നു. ദൈവമേ, മഴ പെയ്യല്ലേ, കറണ്ട് പോകരുത്, സാറ് ഇതിന്റെ പുറകിൽ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ. ഒരു 6 മണിക്ക് കറണ്ട് പോയിട്ട് ഏതാണ്ട് 7:30 മണിക്കാണ് കറണ്ട് വന്നത്. പക്ഷെ ഞാനൊരു 2:30 ആയപ്പോ തന്നെ ലാപ്ടോപ്പും ഇതെല്ലാം 100% ചാർജ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ മോളോട് പറഞ്ഞു, വീഡിയോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൊബൈലില് ഒരു ഇത് ടോർച്ചൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കറണ്ട് വന്നപ്പോ ആദ്യം ഇത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള ദിവസം ഈ 345 പേരെ LIC ഫാമിലിയിലുള്ളവരെ കാണാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് സാറിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. LIC ഏജൻസിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊച്ചി മഹാനഗരത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. എറണാകുളം മഹാരാജാസിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളം ഡിവിഷന്റെ മുന്നിൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പൊ അന്ന് ഏറ്റവും വലിയ 2 ബിൽഡിംഗ്, ഒന്ന് എറണാകുളം ഡിവിഷൻ ഓഫീസും മെഡിക്കൽ ട്രസ്റ്റുമാണ്. അപ്പൊ വളരെ ചെറിയ കുട്ടി, 19-20 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വളരെ പൊക്കം കുറഞ്ഞ ഒരാളാണ്. ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് 10 നില ബിൽഡിംഗ്, ഇവിടെ ഒരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊരു സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിങ്ങിൽ 2002 IRDA സെക്കൻഡ് ബാച്ചായിട്ട് ഞാൻ എൻ്റെ കോളേജിൽ HOD-നോട് പോയി പറഞ്ഞു, ഇങ്ങനെ എനിക്ക് എന്തായാലും ഇനി PG ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സാമ്പത്തിക ആവശ്യമുണ്ട്, അപ്പൊ ഇനി പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ അന്നൊക്കെ ഈ സാലറി സേവിങ് സ്കീമില് ഗവൺമെന്റ് എംപ്ലോയീസ് LIC പോളിസി മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ അന്നത്തെ HOD പറഞ്ഞു, അയ്യോ നല്ലൊരു കാര്യമാണ്, ഭാരത സർക്കാരിന്റെ സ്ഥാപനമാണ്, കോടിപതി ആവാൻ പറ്റും, പിന്നെ നിനക്ക് ഡിഗ്രി ഒക്കെ ഉള്ളതുകൊണ്ട് ഡെവലപ്മെന്റ് ഓഫീസറൊക്കെ ആവാൻ പറ്റും, നല്ലൊരു ഫ്യൂച്ചറാണ് എന്ന് പറഞ്ഞ് 20 ദിവസം എനിക്ക് കോളേജിൽ നിന്ന് ജയലക്ഷ്മിയുടെ കറണ്ട് സപ്ലൈ പോയോ? കട്ടായല്ലോ. 1 മിനിറ്റ് കേട്ടോ. ഹരി, റെക്കോർഡിംഗ് ഒന്ന് പോസ് ചെയ്തേ. ഹരി, റെക്കോർഡിംഗ് ഒന്ന് പോസ് ചെയ്തേ. ഓക്കെ ജയ, കണ്ടിന്യൂ ചെയ്തോളൂ. കറണ്ട് പോയിട്ടോ, അതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ മഹാരാജാസിൽ നിന്ന് ഒരു 20 ഡേയ്സ്, അന്ന് IRDA എക്സാം ഒരു 20 ദിവസം ക്ലാസ്സിൽ പോയി ഏജൻസി എടുത്തു. ഏജൻസി എടുക്കാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഈ ജോലിയിനോടൊരു പാഷൻ, 2-3 ഏജൻസിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പോ അത്യാവശ്യം എൻ്റെ PG കൂടി കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ഒരു പാർട്ട് ടൈം ജോബായിട്ടാണ് ഞാൻ LIC ഏജൻസിയെ തെരഞ്ഞെടുക്കുന്നത് സാറേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് LIC-യിലേക്ക് വരാനുണ്ടായ സാഹചര്യം അല്ലേ? അപ്പോ ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ പ്രോസ്പെക്ടിംഗ് ഒക്കെ നടത്തിയിരുന്നത്? ആ സമയത്ത് ഞാൻ കേട്ടിരുന്ന ജയലക്ഷ്മി കുറച്ച് സമയം LIC-യിൽ വന്നു, കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്തു, അങ്ങനെ. അപ്പൊ പ്രോസ്പെക്ടിങ് എങ്ങനെ? ഇപ്പൊ ഈ ഡബിൾ സെഞ്ചുറിയൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ സാധാരണ MDRT എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഒരു മിനിറ്റ്, സാധാരണ MDRT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MDRT ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. അപ്പോ വളരെ കുറച്ച് പ്രോസ്പെക്ടിങ് നടത്താനുള്ള സമയം കിട്ടാറുള്ളൂ. എങ്ങനെയാണ് ഈ ഡബിൾ സെഞ്ചുറിയൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രോസ്പെക്ടിങ് മെത്തേഡ് എങ്ങനെയാണ് നടത്തുന്നത്? ആദ്യ കാലങ്ങളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ പോയിട്ട് സ്കൂളിലെ കുട്ടികളുടെ അഡ്രസ്സ് കളക്ട് ചെയ്യുമായിരുന്നു. ഇന്നത്തെ ഭീമ സ്കൂള് അന്ന് മുതലേ ചെയ്യാൻ, എൻ്റെ സ്കൂളിൽ ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ലീഡറൊക്കെ ആയിരുന്നു. അപ്പോ സ്കൂളിൽ കുറച്ചുകൂടി കണക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സിനെ പോയി കണ്ടിട്ട് അവിടുന്ന് അഡ്രസ്സ് കളക്ട് ചെയ്തിട്ടാണ് ആദ്യ കാലങ്ങളിൽ പ്രോസ്പെക്ട്സിനെ കണ്ടുപിടിച്ചിരുന്നത്. പിന്നെ ആദ്യകാലങ്ങളിൽ നമുക്ക് എന്തായാലും നമ്മുടെ ബന്ധുക്കള്, സ്വന്തക്കാര്, അങ്ങനെയുള്ള കുറെ പോളിസികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യ വർഷം തന്നെ മാർച്ചിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ഒരു 25 ഡേയ്സിൽ, മാർച്ച് 7-ാം തീയതിയാണ് ഏജൻസി എടുക്കുന്നത്. അപ്പൊ മാർച്ച് 31-നുള്ളിൽ തന്നെ ആ വർഷം DA ക്ലബില് ഫസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് 31 പോളിസികളാണ് വേണ്ടത്. അപ്പൊ അത് ക്വാളിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് DA ക്ലബ് മെമ്പർ ആയിട്ടാണ്
ഞാൻ പിന്നെ തുടങ്ങുന്നത്. സെക്കൻഡ് ഇയർ മുതൽ 100 പോളിസി ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ഒരു 10-25 പേരോട് പോളിസികൾ സംസാരിക്കും. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പോളിസികൾ കിട്ടാറുണ്ട്. അന്ന് ഒരു 10 പേരോടൊക്കെ സംസാരിച്ച് ഞാൻ 6-7 പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അന്നത്തെ പോളിസി എന്ന് പറഞ്ഞാൽ ന്യൂജനരക്ഷ 20,000 രൂപയുടെ സമ്മശ്വയുടെ 3 മാസം കൊണ്ട് 210 രൂപ പ്രീമിയം. അപ്പൊ ഒരു 70 രൂപ മാസം മാറ്റിവെക്കാവുന്ന ഏതൊരാൾക്കും പോളിസിയിൽ ചേരാവുന്നതാണ് എന്ന നിലയിൽ ഞങ്ങള് ഒരു ഏരിയയിൽ പോകും. ഏരിയയിൽ പോയിട്ട് ഒരു 50-60 വീടുകൾ കയറും. അതൊരു ഡെയിലി പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് ആ വർഷം 2003 100 പോളിസി ചെയ്യാൻ പറ്റി. പിന്നെ 2004 ആയപ്പോ 211 പോളിസി ചെയ്യാൻ പറ്റി. ഏതാണ്ട് 22 വർഷത്തിനിടയ്ക്ക് ഒരു വർഷം ഡെലിവറിക്ക് വേണ്ടിയിട്ട് 2005 മകളെ പ്രസവിക്കുന്ന ആ ഒരു വർഷം മാത്രമാണ് 100 ചെയ്യാൻ പറ്റായിരുന്നത്. പിന്നെ ഒരു 2018-19 പ്രോസ്പെക്ട്സിനെ കണ്ടുപിടിക്കുന്നതിൽ ഒരു രീതിയിലുള്ള കാണുന്നവരോടൊക്കെ LIC ഏജന്റ് ആണെന്ന് പറയാൻ എനിക്ക് അഭിമാനമായിരുന്നു. അന്നും ഇന്നും ഈ പറഞ്ഞതുപോലെ LIC ID കാർഡ് എൻ്റെ അടുത്ത് ഏജൻസ് പലപ്പോഴും വളരെ വലിയ പ്രൊഫൈൽ ആയിട്ടുള്ള ഏജൻസി ഒക്കെ പറയും, നീ എന്തിനാ ഈ ID കാർഡായിട്ട് എല്ലായിടത്തും പോകുന്നത്? അപ്പോ മകളൊക്കെ ആയിട്ട് ലുലുമാളിലൊക്കെ പോകുന്ന സമയത്ത് മോള് പറയും, അതെ ഈ ID കാർഡ് കമ്പൽസറി ആണോ? അപ്പൊ ഞാൻ പറയില്ല, ID കാർഡ് ഉറപ്പായിട്ടും വേണം. ചിലപ്പോ ഈ ID കാർഡ് കണ്ടിട്ട് ആരെങ്കിലും LIC പോളിസി ചോദിച്ചാലോ. അങ്ങനെ എനിക്ക് ഈ ജോലിനോട് ഒരു വലിയൊരു പാഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് അന്നത്തെ കാലത്ത് നമുക്ക് ID കാർഡ് ഇല്ല കേട്ടോ. എങ്കിലും ഞാൻ കാണുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ LIC ഏജന്റ് ആണ് കേട്ടോ, കലൂർ ബ്രാഞ്ചിൽ LIC ഏജന്റ് ആണ്, നല്ല പോളിസികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പറയാറുണ്ട്. ഞാനും ജയലക്ഷ്മിയെ കാണുന്ന സമയത്ത് ID കാർഡ് ഇല്ലാതെ ഞാൻ ജയലക്ഷ്മിയെ കണ്ടിട്ടില്ല. എല്ലാ സമയത്തും ID കാർഡ് എല്ലാ സമയത്തും യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്നോട് എപ്പോഴും സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇത്രയും നന്നായിട്ട് LIC ഏജൻസി ചെയ്തിട്ടും ഇടയ്ക്ക് വെച്ച് നമ്മൾ എവിടേക്കോ മാറിപ്പോയി ഇല്ലേ, വേറെ എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോ ഇത് ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല LIC ഏജൻസിനും ഇങ്ങനെ സംഭവിക്കുന്നത്, നന്നായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ജയലക്ഷ്മിക്ക് സംഭവിക്കാനുള്ള റീസൺ എന്തായിരുന്നു? അതായത് ഒരു 2016-17 നിങ്ങൾ ആ ഫോട്ടോ കാണുന്നുണ്ടാവും, ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ഫസ്റ്റ് സെഞ്ചുറി ഓഫ് ദി ബ്രാഞ്ച് 2016-17. അപ്പൊ ഞാൻ അന്ന് സോണർ മാനേജേഴ്സ് ക്ലബ് മെമ്പർ ആയി. IZM ക്ലബ് മെമ്പർഷിപ്പിൽ എനിക്ക് LIC HPF വഴിയായിട്ട് 5% ഹൗസിംഗ് ലോൺ പാസ്സായി. അപ്പൊ ആ വീട് പണി തുടങ്ങിയ സമയത്തും എന്റെ ഒരു സമ്മശ്വയുടെ എന്ന് പറയുന്നത് 50,000, 60,000, 1 ലക്ഷം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 210 രൂപ പ്രീമിയം, 500 രൂപ പ്രീമിയം, 600 രൂപ പ്രീമിയം, വളരെ സാധാരണ പോളിസികൾ മാത്രം ചെയ്യാൻ അറിയുന്ന ഒരു ഏജന്റ് ആയിരുന്നു ഞാൻ. അതായത് 200 പോളിസിയും 100 പോളിസിയും. പക്ഷെ എന്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് ഒരു മാക്സിമം ഒരു 4 ലക്ഷമായിരുന്നു കമ്മീഷൻ എന്ന് പറയുന്നത് 2016-17. അപ്പൊ എനിക്ക് ഈ മകള് CBSE പഠിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ താമസിക്കുന്നത് കാക്കനാടാണ്. അപ്പൊ കൊച്ചിൻ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ ഉള്ളില് ഒരു ക്യാൻറ്റീൻ. അപ്പൊ എന്താ വെച്ചാൽ ഈ വരുമാനം എനിക്ക് പോരാതെ വരുന്നു. 17,000 രൂപയാണ് എനിക്ക് കിട്ടുന്ന കമ്മീഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഉള്ളിൽ ഒരു 10-500 കമ്പനീസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് കയറി പറ്റിക്കഴിഞ്ഞാൽ MDRT ആകാനൊക്കെ പറ്റും. വളരെ സത്യസന്ധമായിട്ട് ഞാൻ ഒരു ക്യാൻറ്റീന്റെ കോൺട്രാക്ട് എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ നിരോധിത മേഖലയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ സിസ് ക്യാൻറ്റീൻ കോൺട്രാക്ടറായി. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2017 വരയ്ക്കും 2016-17 100 പോളിസി ചെയ്തിരുന്നത് ഞാൻ കറക്റ്റ് 2018 എത്തിയപ്പോൾ അത് 30 പോളിസി ആയിട്ട് കുറഞ്ഞു. 2019 ആയപ്പോൾ എനിക്ക് 22 പോളിസി ആയിട്ട് കുറഞ്ഞു. 2020 ജൂണില് നമ്മളുടെ കോവിഡ് വരുന്നു. രാവിലെ എനിക്കൊരു നോട്ടീസ് വരുന്നു, നിങ്ങൾ വേഗം പെട്ടിയും കിടക്കൊക്കെ എണീറ്റ് നിങ്ങളുടെ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കോ, നിങ്ങളുടെ കോവിഡ് ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ടോട്ടലായിട്ട് റൂൾ വന്നു, എല്ലാ ക്യാൻറ്റീൻസും പൂട്ടണം, എല്ലാ ഹോട്ടൽസും പൂട്ടണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഏതാണ്ട് ഒരു 25 പണിക്കാരുണ്ടെന്ന്. അപ്പൊ ഇവർക്ക് പൈസ കൊടുത്താൽ മാത്രമേ ഇവർക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. ബംഗാളീസ് ആണ്. പിന്നെ കുറെ കുടുംബശ്രീയിലെ ചേച്ചിമാരും ഉണ്ടായിരുന്നു. അങ്ങനെ ബിഗ് സീറോ ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ എനിക്ക് വീടിന്റെ മുകളില് ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് പൈസ കൊടുത്തൊന്ന് സെറ്റിൽ ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. അപ്പൊ 5 lakhs rupees ഞാൻ വീട് പണയത്തിന് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു
പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുമാനം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു അഡീഷണൽ വരുമാനം കണ്ടെത്താം, ഇതൊരു LIC ഏജൻസി പാർട്ട് ടൈം ആയിട്ട് ചെയ്താലും വിജയിക്കും എന്ന് വിചാരിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. 100 പോളിസി 200 പോളിസി ചെയ്തിരുന്നത് ഞാൻ 22 പോളിസിയിൽ എത്തിയപ്പോൾ തന്നെ പാർട്ട് ടൈം ചെയ്താൽ ഈ ജോലി ഒരിക്കലും സക്സസ് ആവില്ല. അതും 17 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജന്റ്, ZM ക്ലബ് മെമ്പർ ആയിട്ടുള്ള ഒരു ഏജന്റ്, കറക്റ്റ് ഫുൾ ആയിട്ട് ബിഗ് സീറോ ആയിട്ട് ഞാൻ പുറത്തിറങ്ങാണ്. ഇറങ്ങിയ സമയത്ത് എന്റെ വീട്ടിൽ ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നിലേക്ക് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ലക്ഷം പണയത്തിന് കൊടുത്തിട്ട് ഞാൻ ഈ കടങ്ങൾ മുഴുവൻ എന്റെ പണിക്കാരുടെ പൈസ ഇതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ എന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുടെ മാത്രമുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ ലോൺ ഉണ്ട്. പിറ്റേ ദിവസം അരി വെക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു കുഴപ്പമില്ലമ്മ, എന്റെ ഏജൻസി കോഡ് ഉണ്ട് 00904770. നാളെ മുതൽ ഞാൻ ഇറങ്ങുമെന്ന് ഒരു കണ്ടീഷൻ തീരുമാനിച്ച് കാക്കനാട് ബ്രാഞ്ചിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ നടന്നാണ് പോകുന്നത്, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ. അതായത് ഞാൻ എന്റെ ഒരു അഹങ്കാരം, നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിട്ട് ഞാൻ അത് കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരാജയം വരുന്ന സമയത്ത് പല രീതിയിലുള്ള ഇത്. പക്ഷെ എങ്കിലും എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ നമ്മളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓഫീസേഴ്സിനെയൊക്കെ വിളിച്ച സമയത്ത് ജോസാർ പറഞ്ഞു, ജയലക്ഷ്മി ഒന്നും കൊണ്ടും പേടിക്കണ്ട, LICക്ക് എന്നും സാധ്യതകളാണ്. ജയലക്ഷ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ ദിവസങ്ങളാണ്. ജയലക്ഷ്മി ഇന്നാണ് ഏജൻസി എടുത്തെന്ന് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് സാറ് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഞാൻ ഒരാളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളുടെ പേര് ഞാൻ പിന്നെ പറയാട്ടോ. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏജന്റ് ആണ്, പറയൂ എന്താ വിളിച്ചത്. അപ്പൊ ഞാൻ സാറേ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആ ഏജന്റ് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, ഒരു 6 മാസം ചീത്ത കേൾക്കാൻ തയ്യാറാണോ നിങ്ങളെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ യെസ് ഓഫ് കോഴ്സ്, കുഴപ്പമില്ല, പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമ്മൾ മുഴുവൻ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കണേയുള്ളൂ, എന്തായാലും മുന്നിലേക്ക് പോയേ പറ്റുള്ളൂ. പറഞ്ഞു ജയലക്ഷ്മിക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഏതാണ്ട് ഒരു 1200 കസ്റ്റമേഴ്സോളം ഞാൻ പോളിസി ചേർത്തതും ZM ക്ലബ് മെമ്പർ ആവുകയാണെങ്കിൽ ഒരു 400 ലൈഫ് വേണം, അതുപോലെ തന്നെ 600-630 ഉള്ള സമയത്താണ് ഞാനിതിങ്ങനെ കുറഞ്ഞൊരു 300 സംതിങ് ഉണ്ട്. ജയലക്ഷ്മി ഈ 300 കസ്റ്റമേഴ്സിനെ ചുമ്മാ വീട്ടിൽ പോയി കാണും. ചിലപ്പോ അവര് ചെല്ലുമ്പോ ചീത്ത വിളിക്കും, ചിലപ്പോ നിങ്ങൾ എന്റെ പോളിസി സർവീസ് ചെയ്തില്ല എന്ന് പറയും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്തോ നമ്മുടെ കാരണവന്മാര് ചെയ്ത പുണ്യത്തിന്റെ ഫലമോ അങ്ങനെ എന്തോ കൊണ്ട് ഞാൻ ഓരോ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോയ സമയത്ത് അയ്യോ മോനെ എന്താ നിന്റെ കണ്ടിട്ട് കുറെ ദിവസമല്ല, നിന്റെ ക്യാൻറ്റീനൊക്കെ എന്ത്, മിക്കവാറും വളരെ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ പോലെ ഈ ഡബിൾ സെഞ്ചുറിയൻ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു MDRTനേക്കാളും ഒരു വലിയൊരു വില ഈ 200 പോളിസി 20,000 രൂപ സമ്മേഷോടുള്ള 210 രൂപ അടയ്ക്കുന്ന കസ്റ്റമേഴ്സ് ആണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയൊരു ബാധ്യതയിൽ നിന്ന് ഈ 3 വർഷക്കാലം കയറ്റിയത്. ഒരു പോളിസിയിലോ 2 പോളിസിയിലോ MDRT ആയ ഒരു വ്യക്തിയല്ല. ഇനി കസ്റ്റമേഴ്സിനെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ചേച്ചി പറഞ്ഞു ജയലക്ഷ്മി അത് കുഴപ്പമില്ല, പ്രശ്നമില്ല, ഞങ്ങളപ്പോ ഞാൻ കുറെ പോളിസികൾ റിവൈവൽ ചെയ്തു ആ സമയത്ത്. പിന്നെ കുറേശ്ശെ ഒരു 3 മാസക്കാലം കോവിഡിന്റെ സമയമാണല്ലോ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിങ്ങിൽ ഫുൾ എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുന്ന സമയം. ഞാൻ എന്നിട്ട് അവിടെ നിന്നൊന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു ഹനുമാന്റെ ഒരു ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെ ചെന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എനിക്ക് മുന്നിലേക്ക് പോകണമെങ്കിൽ എന്താ ഒരു വഴി എന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ എല്ലാവരും തൊഴാൻ വേണ്ടി വരുന്നത് VIPs ആണ്, കോവിഡ് കാലം ആയതുകൊണ്ട് നമ്മൾ അവരുടെ എല്ലാവരുടെ അറ്റൻഡൻസ് മൊബൈൽ നമ്പറും മേടിക്കുന്നത് ഒക്കെ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കഥയാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ആ ബുക്ക് മേടിച്ചു. അവിടെ അമ്പലത്തിലിരുന്ന് ഞാൻ ഓരോ കസ്റ്റമേഴ്സിനെയും പ്രാർത്ഥിച്ചിട്ട് വിളിക്കണം. അപ്പൊ ആദ്യം കസ്റ്റമേഴ്സിനെ വിളിച്ച സമയത്ത് എവിടെ മേഡം നമ്പർ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഹനുമാന്റെ അമ്പലത്തില് മാഡം വന്ന സമയത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തോ ഞാൻ വിളിച്ച ആള് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ നിന്നല്ലേ വിളിച്ചത്, മാഡം ഒരു പോളിസി എഴുതാൻ വേണ്ടി വന്നോളാൻ പറഞ്ഞു. ഞാൻ ആ പോളിസി എഴുതി. അതിനുശേഷം പിന്നെ ഞാൻ എന്നും ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങും. ഓരോ ഷോപ്പുകളും കയറി ഇറങ്ങുന്ന സമയത്ത് LIC ഉണ്ട്, LIC പോളിസി ഉണ്ടെന്ന് പറയെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും തോൽക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമറുടെ പേര് ഞാൻ പറയാം, ഫറദ് കെ സലീം. അപ്പൊ ഞാൻ പോകുന്ന സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞു എനിക്ക് LIC ഒന്നും വേണ്ട, LIC താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്വേഷിച്ച സമയത്ത് അങ്ങനെ വ്യാപാര വ്യവസായ ഒരു വലിയൊരു സംഘടനയുടെ സെക്രട്ടറി ഒക്കെയാണ്.
അപ്പൊ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ സാറിന് ഇത്രയും ഇതൊക്കെ ഉണ്ടല്ലോ, LIC എന്തുകൊണ്ടാ വേണ്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് LICനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോ പറഞ്ഞു, മാഡം ഞാൻ ഭയങ്കര ടെൻഷനിലാണ്, എന്റെ ഫാദർ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഇപ്പൊ നിങ്ങളുടെ പോളിസികളെ കുറിച്ചൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ഞാൻ പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസങ്ങളും തൊട്ടടുത്ത ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ പോകാറുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കുറച്ച് സ്റ്റാഫുകളുണ്ട്, യാഗി, അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ള സമയം, ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്തോ അത് കഴിഞ്ഞ സമയത്താണ്, കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ഈ കസ്റ്റമർ വിളിച്ചിട്ട്, എന്താണോ എന്നും താൻ എന്റെ ഷോപ്പിൽ വരുന്നുണ്ടല്ലോ. ഞാൻ സാറേ എങ്ങനെ അറിഞ്ഞു, എനിക്ക് CCTV ഉണ്ട്, എന്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാണാം, എന്തായാലും താൻ ആള് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ എന്നെ വിളിച്ച സമയത്ത് ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ഇത്രയും വർഷം LICയിലായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു കടമൊക്കെ ആയിട്ട് ബാധ്യതയിലൊക്കെ ആയി. ഞാൻ പറഞ്ഞു, സാറേ നമുക്കൊരു ഭീമാശ്രീ എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. അത് പറഞ്ഞു, എനിക്ക് 5 വർഷത്തിന് മേലുള്ള ഒറ്റ പോളിസി എനിക്ക് വേണ്ട, 5 വർഷം വല്ലതും ഉണ്ടാ, തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പോളിസി എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു, സാറേ 14 വർഷത്തിൽ 10 വർഷം അടയ്ക്കുന്ന ഒരു പോളിസി ഉണ്ട്. ശരി, ഓക്കെ, ഞാൻ എടുക്കാം, പക്ഷെ താനത് എനിക്ക് ഒപ്പിട്ട് തരും ഇത്രയും രൂപ കിട്ടുമെന്ന്. ഭീമാശ്രീക്ക് ഗ്യാരണ്ടീഡ് ബോണസ് ആണല്ലോ. ഞാൻ വേഗം പറഞ്ഞു 10 lakhs പോളിസി. സാറേ 14 ലക്ഷം രൂപയുടെ പോളിസി. അപ്പൊ എന്താന്ന് വെച്ചാൽ അന്ന് 13 ലക്ഷം രൂപ വരെയും 35 വയസ്സിൽ താഴെയുള്ള കസ്റ്റമർ ആയതുകൊണ്ട് നമുക്കൊരു മെഡിക്കലില് പോകുന്നത്, നമ്മുടെ 110 ടൈംസ് ഇൻഷുറൻസ് കവറേജ് വന്നാലും പോകുമായിരുന്നു. അപ്പൊ ഞാൻ 20 lakhs പറഞ്ഞു. പിന്നെ 20 lakhs പാസ്സായില്ല, 12 ലക്ഷം പാസ്സായി. അദ്ദേഹം ഒരു ക്വാർട്ടർലി 36,000 രൂപയുടെ ചെക്ക് കിട്ടി. അത് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ആ പോളിസി എടുത്തതെങ്കിലും പിന്നീട് കുറെ പേര്, അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാറേ LIC വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ? എടോ അതല്ലടോ, എന്റെ ഫാദർ ഒരു നല്ലൊരു വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അസുഖം വന്നത്. ഇതെല്ലാ ജോലിയും ഉത്തരവാദിത്തവും ഇപ്പൊ എന്റെ ഇതിലേക്കായി. ഇപ്പൊ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി, ഫാദർ മരിച്ചു. അപ്പൊ ഞാനിപ്പോ എല്ലാവരോടും പറയാറുണ്ട്, നാളെ നമ്മുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, ഇൻഷുറൻസ് എന്തായാലും വേണം എന്ന് പറഞ്ഞ് ഈ കസ്റ്റമർ കുറെ പേരെ എനിക്ക് പരിചയപ്പെടുത്തി തരാനാണ്. പക്ഷെ ആ പരിചയപ്പെടുത്തിയ ആ വലിയ മുതലാളിമാർ ആരും തന്നെ എനിക്ക് പോളിസി തന്നിട്ടില്ല. പക്ഷെ ഇവർക്കൊക്കെ തന്നെ ഒരു 3-4 സ്റ്റാഫുമാരുണ്ട്. അവർക്കൊക്കെ ഞാനൊരു 500 രൂപയുടെ കൊച്ചു ജീവൻ ലക്ഷ്യ കൊടുത്ത് ആ ഒരു ഭാഗത്ത് നിന്ന്, ആ ആലുവ ചൊവ്വര ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 25-26 പോളിസി കംപ്ലീറ്റ് ചെയ്ത്. അപ്പൊ പിന്നെ എനിക്ക് കുറേശ്ശെ കോൺഫിഡൻസ് ആയി തുടങ്ങി. പതുക്കെ എന്റെ പോളിസി ഹോൾഡേഴ്സിന്റെ അടുത്തും ഒരു 15 വർഷം കഴിഞ്ഞ കസ്റ്റമേഴ്സിനോടൊക്കെ, ജീവൻ തരംഗ് ചേർത്തവരോടൊക്കെ ഞാൻ ജീവൻ ഉമങ്ക് 2 lakhs പറയാൻ തുടങ്ങി. അങ്ങനെ ചേർത്ത് ഞാൻ പഴയ ആ ഒരു ട്രാക്കിലേക്ക് വന്നു. ഇപ്പോഴും കൂട്ടുകാരെ ഞാനൊരു കാര്യം പറയാം, ആ സമയത്ത് പോലും ചില ദിവസങ്ങളിൽ പുറത്തിറങ്ങുന്ന സമയത്ത് 200 rupees വേണം. എങ്കിലും ഞാൻ ആ 2002 വീടുകൾ കയറുന്ന സമയത്ത് ബസ്സിനൊന്നും പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. അന്ന് 2 വീലർ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ കുറെ വീടുകള് കയറി ഇറങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചുപോയി. നടക്കാൻ നമുക്ക് ദൈവം സഹായിച്ച ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് മിക്കവാറും 2 വീലർ വീട്ടിൽ വെച്ചിട്ട് 2-3 കിലോമീറ്റർ നടക്കും. ഈ കിലോമീറ്ററിൽ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓരോ ബോർഡുകളും ഓരോ ആളുകളെയും കൂടുതൽ ആളുകളെ പരിചയപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സെസ്സിന്റെ പ്രോബ്ലം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, ജയലക്ഷ്മി ഏജൻസി എടുത്തിട്ടുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, ഒരു സിംഗിൾ പ്രീമിയം ഞാൻ ഇടാം എന്നൊക്കെ പറഞ്ഞ് അവിടത്തെയും കുറെ കണക്ഷൻസ് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ 2.5 വർഷം കൊണ്ട് ആ 500 കമ്പനീസില് കുറെ കമ്പനീസിന് ജയലക്ഷ്മി ക്യാൻറ്റീൻ കോൺട്രാക്ടർ എന്നാണ് ഇപ്പോഴും ക്യാൻറ്റീൻ കോൺട്രാക്ടർ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഞാൻ ഏജൻസി ഉണ്ടെന്നാലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയല്ലേ എന്ന നിലയില് ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ കുറെ ആളുകൾ പോളിസി തന്നു. പക്ഷെ ഇതിലെല്ലാത്തിലും തന്നെ ഞാൻ എന്റെ തോൽവിയെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 1 ലക്ഷം രൂപയുടെ പോളിസി 500 രൂപ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 125 രൂപ കമ്മീഷൻ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. രണ്ടാമത്, കുറച്ച് ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കമുള്ള ആളായതുകൊണ്ട് തന്നെ 2 വീലറിലില്ലേ, പെട്രോൾ അടിക്കാൻ കാശില്ലേ, അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ചോറൊക്കെ എടുത്തിട്ട് നന്നായിട്ട് നടക്കും. ഒരു 2-3 കിലോമീറ്റേഴ്സ് നടക്കുമ്പോഴേക്കും കുറച്ച് ആളുകളെ പരിചയപ്പെടും, അവരോട് സംസാരിക്കും. പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ അത്യാവശ്യം മന്ത്ലി 33,000 രൂപ കമ്മീഷനിലേക്ക് തിരിച്ചു വന്നു. അതിന് ശേഷമാണ് എന്താ പറയാ,
MDRT എന്ന് പറയുന്ന സ്വപ്നം കാണാൻ തുടങ്ങി. ആ MDRT സ്വപ്നം ക്വസ്റ്റ്യൻ കാണാനുള്ള പൈസ. ജയ ഒരു മിനിറ്റ് ഞാൻ ഇടപെടുന്നുണ്ട്. പിന്നെ അവിടെയാണ് ക്വസ്റ്റ്യൻ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ശരി, ഇങ്ങനെയൊക്കെയാണ്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ബിസിനസ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് പലരും മറ്റു പല ബിസിനസ്സിലേക്ക് നമ്മളെ ക്ഷണിക്കും. അങ്ങനെ മാറിപ്പോകുന്നവരോട് ജയലക്ഷ്മിക്ക് പറയാനുള്ള, കാരണം ജയലക്ഷ്മി അങ്ങനെ മാറിപ്പോയി അതിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിച്ച ഒരാളാണ്. അങ്ങനെ ധാരാളം ആളുകൾ, ഇപ്പൊ നമ്മൾ ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആണ്, ഇല്ലെങ്കിൽ നമ്മളെ കുറച്ച് സാമ്പത്തിക അച്ചടക്കമൊക്കെ ഉണ്ടാകുമ്പോൾ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വരും. അങ്ങനെ മാറിപ്പോകുന്നവരോട് ജയലക്ഷ്മിക്ക് പറയാനുള്ള എന്താ? ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞോ, 1-2 വാക്കിൽ പറഞ്ഞോ. അതായത് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഒരു കഷ്ടകാലം അല്ലെങ്കിൽ ഒരു മടുപ്പ് ഏത് ജോലിയിലും വരും. അത് LIC ഏജൻസി ആയിക്കോട്ടെ, ഏതൊരു പ്രൊഫഷനിലും നമുക്ക് വരും. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ ആ ടൈമിങ്ങിൽ എനിക്ക് കുറെ വീട് പണിയുടെ ഹൗസിംഗ് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ സമയം എടുത്തു. 6 മാസം വീട് പണി നിന്നുപോയി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, കൊച്ചിന് പഠിപ്പ്, അങ്ങനെ കുറച്ച്, പിന്നെ വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ആ സമയത്തും ഹോം ട്യൂഷൻ എടുക്കുമായിരുന്നു. പറഞ്ഞല്ലോ സാർ, ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ആ സമയത്ത് മോളെ ഒരു CBSE RCC വിദ്യാനികേതൻ പോലുള്ള ഒരു സ്കൂളിൽ ചേർക്കണമെങ്കിൽ അവിടെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു 4500 രൂപ വേണം. അപ്പൊ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാക്കനാട് ഇൻഫോ പാർക്കിനടുത്താണ് എന്റെ വീട്. അപ്പൊ എനിക്ക് ഹോം ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 hours 500 rupees കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് ഈ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ എന്തായാലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, അത്യാവശ്യം ഫാമിലി പരമായിട്ട് ഹോട്ടലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഒരു ഭ്രമത്തിൽ വീണുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും ഒരു 10-35 വയസ്സുള്ള ഒരു ലേഡീനെ സംബന്ധിച്ചിടത്തോളം ഇടക്ക് ശരിയാണല്ലോ, നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയാൽ എന്താണ്, അങ്ങനെ മൾട്ടി ടാസ്ക് ഏതൊരു വ്യക്തിക്കും വരും. അപ്പൊ നമുക്കത് ആ സംഭവം അവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഞാനിങ്ങനെ LIC ഏജൻസി ഉണ്ടാവുമ്പോ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ഗവൺമെന്റ് ജോലിക്ക് പോയ ഒരാളാണ് കേട്ടോ. 1997 LIC ഏജൻസി എടുത്ത് ഞാൻ 2003 സർക്കാർ സർവീസിലേക്ക് പോയ ആളാ. പിന്നെ തിരിച്ചു വരാൻ 15 വർഷം എടുത്തു. ഓക്കെ, ഈ ഇങ്ങനെ സാധാരണ പോളിസികളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു MDRT ഏജന്റ് ആവണം എന്നുള്ള തീരുമാനം എപ്പോഴാണ് എടുത്തത്? അത് എങ്ങനെയാ അത് മുന്നോട്ട് കൊണ്ടുപോയേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിന്റ്. 2020-21 കാലഘട്ടത്തില് ഞങ്ങൾക്കൊരു നല്ലൊരു മാർക്കറ്റിംഗ് മാനേജർ വന്നു. അജി സാർ ഇന്ന് SGM ആണ്, കോഴിക്കോട് SGM ആണ്. അപ്പൊ സാറ് ഈ പറഞ്ഞതുപോലെ അന്ന് നോക്കുന്ന സമയത്ത് ഏജൻസ് പുറത്തിറങ്ങുന്നില്ല, ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് പുറത്തിറങ്ങുന്നില്ല. അപ്പൊ അത്യാവശ്യം ആരും പുറത്തിറങ്ങാത്ത സമയത്ത് സാറ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നിവേഷ് പ്ലസ് പോലെയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ സാറാണ് മനസ്സിന്റെ ഉള്ളില് ഈ പറഞ്ഞ പോലെ SBM ബിന്ദു മാഡം ഒക്കെ പറഞ്ഞറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഏജന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ ബിഗ് സീറോയാണ്, ക്ലബ് മെമ്പർഷിപ്പ് ഒക്കെ പോയി, എല്ലാം പോയിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തും. അപ്പൊ സാറ് പറഞ്ഞു, ഒരു 10 hours വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ MDRT നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആവാൻ പറ്റും. ഇതൊരു വലിയൊരു കാര്യമൊന്നുമല്ല, എന്തായാലും എല്ലാവർക്കും സാധിക്കും എന്ന നിലയിൽ ശരിക്കും ആ ഒരു സ്വപ്നം എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇട്ടത് ശരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർക്കറ്റിംഗ് മാനേജറാണ് സാറേ. മാർക്കറ്റിംഗ് മാനേജർ സാറാണ് MDRT എന്ന് പറയുന്ന സംഗതി മനസ്സിലേക്ക് ഇട്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ MDRT എന്നുള്ള സ്വപ്നം മനസ്സിലേക്ക് വന്നു. സാധാരണ ചെറിയ പോളിസികളൊക്കെ ചെയ്ത് ഇരിക്കുന്ന ഒരാൾക്ക് ഈ MDRTയിലേക്ക് എത്താൻ കുറച്ച് വലിയ പോളിസികളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തപ്പോഴൊക്കെ എനിക്കടക്കം ഇവിടെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് അതിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വന്നത്, വലിയ പോളിസികളിലേക്കൊക്കെ? അതായത് ലൈഫില് ഏതൊരു കാര്യത്തെയും പോസിറ്റീവായി കാണണം എന്ന് പറയുന്ന പോലെ കോവിഡ് കാലം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള അത്യാവശ്യം ഇപ്പൊ ZM ക്ലബ് മെമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 ലക്ഷം 5 ലക്ഷം കമ്മീഷൻ വരാറുണ്ട്. അപ്പൊ ഏതാണ്ട് ആ വർഷം MDRT അവൻ 6,90,000 കമ്മീഷൻ മതിയായിരുന്നു, 6,90,000. അപ്പൊ എന്ന് വെച്ചാൽ ഒരു നമുക്കിപ്പോ ഒന്ന് ജയലക്ഷ്മി എന്തായാലും 5 ലക്ഷം ഒക്കെ കമ്മീഷൻ നീ മേടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിനക്ക് 6 ആക്കാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട് എന്ന നിലയിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും ആലോചിച്ചു, നമുക്ക് പൈസയുടെ ആവശ്യവും ഉണ്ടല്ലോ. അപ്പൊ ഞാനും ആലോചിച്ചു, അപ്പൊ ഈ ഫഹദ് സാറിന്റെ 36,000 പ്രീമിയം വന്ന സമയത്ത് നമുക്കൊരു 10 വർഷത്തെ പോളിസിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു 10% ക്വാർട്ടർലി വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു 100 കേസ് എനിക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോ എനിക്ക് 5-6 വരെ പറ്റില്ല, പക്ഷെ
ഡെയിലി 100 രൂപ മാറ്റി വെക്കാവുന്ന, മാസം 3000 അടയ്ക്കാവുന്ന ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ 36 ലക്ഷം പ്രീമിയമായി. 36 ലക്ഷത്തിന്റെ പകുതി 18, 18 ലക്ഷത്തിന്റെ പകുതി 9 ലക്ഷം. അപ്പൊ എന്തായാലും നമുക്ക് MDRT ആവാം എന്നുള്ള ഒരു പ്രതീക്ഷയില് കുറച്ചും കൂടി രാവിലെ 8 മണി 9 മണിക്കൊക്കെ ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുന്ന സമയത്ത് മന്ത്ലി, അതായത് മാസം 1000 രൂപ പ്രീമിയം പറഞ്ഞെടുത്ത് ഒരു 5000 അടയ്ക്കാൻ പറ്റുമോ, 10000 അടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മള് അറിവിന്റെ തുടക്കം എന്ന് പറയുന്നത് ചോദ്യത്തിലാണ്. ക്ലേശകരമായിട്ടുള്ള ഒരു പാത തെരഞ്ഞെടുത്ത് വെല്ലുവിളി നേരിട്ട് ബിഗ് സീറോ ആയിട്ട് തിരിച്ച് വന്നൊരു സാഹചര്യത്തിൽ, അതിനേക്കാളും ഒരു വലിയൊരു LIC ഏജൻസിയിൽ വരുമ്പോ എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല, എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ TV ഇല്ല. ഇതെല്ലാം തന്നെ LIC ഏജൻസിയിലാണ്. അതുപോലെ തന്നെ അനിയത്തിമാരുടെ വിവാഹം, മാരേജ് അഡ്വാൻസ്, എനിക്ക് സ്വന്തമായിട്ടൊരു 3 സെന്റ് സ്ഥലം മേടിക്കുക, ഇതെല്ലാം തന്ന LIC ആണ്. ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇതുകൊണ്ട് പോരാ എന്നുള്ള ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ എന്റെ കഷ്ടകാല സമയമൊക്കെ ആയിട്ട് ഞാൻ വേറൊരു ഫീൽഡിലേക്ക് പോകും. പക്ഷെ അന്നും LIC എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ഭയങ്കര ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഈ ജോലിക്കൊപ്പം തന്നെ ഞാൻ അത് ചെയ്യും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് 2 വീലർ ഓടിക്കാൻ അറിയാം, അപ്പൊ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അപ്പൊ മൾട്ടി ടാസ്ക് ആണ്, എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ കസ്റ്റമർ ഈസ് ദി കിങ് എന്ന് പറയുന്നത് പോലെ കസ്റ്റമേഴ്സിന് ഇപ്പൊ 8000 ഏജൻസി ഉണ്ട് എറണാകുളം ഡിവിഷനിൽ. ഞാനിത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ സർവീസ് കൊടുക്കാൻ ഇഷ്ടം പോലെ ഏജൻസി ഉണ്ട്. കസ്റ്റമർ അവരുടെ അടുത്തേക്ക് പോകും. എങ്കിലും എന്തോ എന്റെ പോളിസി ഹോൾഡേഴ്സ് എന്നെ അന്ന് ഒരാൾ പോലും വഴക്ക് പറഞ്ഞില്ല കേട്ടോ. എടോ താൻ കാരണം എന്റെ പോളിസി ലാപ്സ് ആയിട്ടാ, റിവൈവലൊക്കെ ഞാൻ പിന്നെ പോയി ചെയ്ത്, പിന്നെ നമ്മുടെ ജയലക്ഷ്മി അല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരാരും തന്നെ. പക്ഷെ ഈ MDRTയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാർച്ചിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ ആളുകള് ശരി നിനക്കൊരു ഉപകാരം ആവട്ടെ എന്നിട്ട് പോളിസി തന്നവരുണ്ട്. അതിന് കാരണം 2002, 2003, 2004, 2005 ഞാൻ റിന്യൂവൽ പ്രീമിയം കളക്ട് ചെയ്യുന്നത് പോയി നടന്നിട്ടാണ്. 3.25 പ്രീമിയം അടയ്ക്കുന്നതിന് മുമ്പ് എല്ലാ വീടുകളിലും ഇങ്ങനെ കുറെ കളക്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ടാവും. എല്ലാ വീടുകളിലും കളക്ഷൻ ബോക്സാണ്. ആ കളക്ഷൻ ബോക്സ് തുറന്ന് ആ പ്രീമിയം 345 കൊണ്ടുവന്ന് അടച്ച്, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഇമേജ്, 1 രൂപ കൈക്കൂലി ഇല്ലാത്ത, അഴിമതി ഇല്ലാത്ത LIC ഏജന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാളുടെ പോലും പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഒന്നിലും, വീട്ടിലേക്ക് അരി മേടിക്കുന്നതിന് മുമ്പ് കസ്റ്റമർ പ്രീമിയം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ചില ദിവസങ്ങളിൽ നമുക്ക് പൈസ ഉണ്ടാവില്ല. ആദ്യത്തെ കമ്മീഷൻ 450 രൂപയാണ്. എന്നാലും ആ പ്രീമിയം കസ്റ്റമറുടെ അന്നത്തെ ദിവസം അപ്പോഴും IRD ഏജൻസിന് ഒരു കാര്യമുണ്ട്, 30 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്രേസ് പീരീഡ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. പിന്നെ എന്റെ ഡെവലപ്മെന്റ് ഓഫീസർ ഭയങ്കര കുറച്ച് അറിവും വിവരവും വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും പൈസ ഇല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചോ, 30 ഡേയ്സ് ഇൻഷുറൻസ് കവറേജ്, പാർട്ടി 31ാമത്തെ ദിവസം മരിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രീമിയം മേടിച്ച് അടയ്ക്കണം എന്നുള്ള ആ ഒരു അറിവ് 19 വയസ്സ് 20 വയസ്സിലെ LICയിൽ വന്നാണല്ലോ. അപ്പൊ ആ ഒരു അറിവ് അറിയാവുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്നോടുള്ള ഒരു ട്രസ്റ്റ്, സത്യസന്ധത, അതൊക്കെ, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണെന്നുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഫാമിലി 3 അനിയത്തിമാരെ വിവാഹം കഴിപ്പിച്ച്, അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് എന്റെ അനിയത്തിമാരുടെയൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എന്തായാലും ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം എന്നെ സഹായിക്കാൻ ഉണ്ടായത് തന്നെയാണ് MDRTയിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോഴും പഴയ ക്വസ്റ്റ്യനിൽ നിന്ന് ഇപ്പൊ സാധാരണ എന്നോട് ഒരു ട്രെയിനർ എന്ന നിലയിലും ഒരു ഏജന്റ് എന്ന നിലയിലും ഈ ചെറിയ പോളിസികളിൽ നിന്ന് വലിയ പ്രീമിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. ഒരു സ്വിച്ച് ചെയ്യാന്ന് പറയില്ലേ, ആ സ്വിച്ചിങ് ജയലക്ഷ്മിക്ക് ഈസി ആയിരുന്നു? വലിയ പ്രീമിയം ഒക്കെ ചോദിക്കാൻ, വലിയ പോളിസി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ 102 പോളിസികൾ ചെയ്ത സമയത്ത് എനിക്കൊരു 5,90,000 കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു സാറേ. അതായത് അപ്പൊ 1 ലക്ഷമൊക്കെയാണ് എനിക്ക് കുറവുള്ള സമയത്ത് ജീവൻ ഉമങ്ക് 2,50,000 രൂപയുടെ ഒരു 30 ലക്ഷത്തിന്റെ 3 കേസുകൾ വന്നാൽ MDRT ആകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ഈ 30 ലക്ഷത്തിന്റെ ഒക്കെ കസ്റ്റമർ, സാർ എനിക്ക് ഒരു 30 പോളിസി കൊടുക്കാൻ പറയുന്നത്. അതാരാ പറഞ്ഞ ഈ 30 ലക്ഷത്തിന്റെ 3 പോളിസി വന്ന MDRT? ബ്രാഞ്ച് മാനേജർ വിൽസൺ സാർ ഉണ്ട്, ഇന്ന് മാനേജർ സെയിൽസ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജയലക്ഷ്മിയുടെ എന്നെ കൊണ്ട് പറ്റോടോ, ഉറപ്പായിട്ടും പറ്റും. ഞാൻ ഇല്ല സാറേ, എനിക്ക് അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മറ്റേ 5000 കോടി ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉള്ളവരാണ് കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക്സ് ഉള്ള ഓണേഴ്സ് ഒക്കെ. അപ്പൊ അവിടെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ജയലക്ഷ്മി എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. സാറേ, എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട്, എനിക്കൊരു പോളിസി തരുമോ? എന്റെ പൊന്നൂട്ടി ഇഷ്ടം പോലെ പോളിസി ഉണ്ട്, നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ 1 ലക്ഷം സിംഗിൾ പ്രീമിയം തരാന്നൊക്കെ പറഞ്ഞൊക്കെ തന്നു വരും. അപ്പോ അതിന്റെ ഇടയിൽ എന്താ പറയാ,
MDRT എത്താൻ വേണ്ടിയിട്ട് ഒരു ആവശ്യം വരൂലേ? ഇപ്പൊ നമുക്കൊരു എമർജൻസി വരികയാണ്. എമർജൻസി വരുന്ന സമയത്ത് ഇനി ഒരു 45-46 ദിവസമുണ്ട്, പക്ഷെ 30 ലക്ഷത്തിന്റെ ഒരു പോളിസി നമ്മൾ ചേർത്തേ പറ്റുള്ളൂ എന്ന് വന്നപ്പോഴേക്കും ഏത് ആളെ കണ്ടാലും ഒരു 30 ലക്ഷത്തിന്റെ പോളിസി ഉണ്ട്, ഒരു വർഷത്തിൽ ഒരു 2 ലക്ഷം പ്രീമിയം അടച്ചാൽ മതി കേട്ടാന്ന് പറയും. പിന്നെ 2.5 50,000. അപ്പൊ അവരിങ്ങനെ പറയുമെങ്കിലും എന്റെ ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷത്തിലേക്ക് 50 ലക്ഷത്തിലേക്ക് ചോദിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എത്തിയതല്ലേ. പിന്നെ അതിനേക്കാൾ ഉപരി ഒരു വലിയൊരു ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഏജന്റ് സമൂഹം, ഞാൻ ഈ 3 വർഷം മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളിനെ തിരിച്ചൊന്നും വരില്ല, അവള് നശിച്ച് നാറാണക്കല്ലായി പോയി. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്തും പറയൂരേ, ജയലക്ഷ്മി അവൾ ഈ ഫീൽഡ് വിട്ടുപോയി, അവളിനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറയാം. പക്ഷെ എനിക്കൊരു വാശിയായിരുന്നു ഇവരുടെയൊക്കെ മുൻപില് തിരിച്ചു വരണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. എന്തായാലും അസൂയ, പരദൂഷണം, കുശുമ്പ്, കുന്നായ്മയൊക്കെയുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു ബഡ്ഡിംഗ് ഹെവൻ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയത്. അത് സ്വാർത്ഥതയില്ലാത്ത ഒരു നല്ലൊരു സമൂഹം നമുക്ക് വേണം. എനിക്കൊരു കഷ്ടകാലം വന്ന സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോ ആദ്യത്തെ 1 വർഷം അങ്ങനെ MDRT ആയി. അടുത്ത 2 വർഷത്തേക്ക് ഈ മോട്ടിവേഷൻ എങ്ങനെയാണ് നിലനിർത്തി? സാധാരണ ചിലപ്പോൾ ഒരു MDRT ഒക്കെ ആയി പിന്നെ ആവാൻ പറ്റാതെ അങ്ങനെ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട് പോവാറുണ്ട് പലരും. എങ്ങനെയാണ് ഈ 3 വർഷം അടുപ്പിച്ച് MDRT ആവാനുള്ള സെയിം ലെവൽ ഓഫ് മോട്ടിവേഷൻ നിങ്ങൾ എങ്ങനെയാണ് നിലനിർത്തിയത്? അതൊരു പർപ്പസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞാല് എന്റെ ശത്രുക്കൾക്കാണ് അതിന് താങ്ക്സ് പറയേണ്ടത്. എന്തുകൊണ്ടെന്നാല് MDRT ആയി കഴിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ഓഫീസിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയം. അതിലെങ്ങനെ MDRT ആയി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് 20,000 രൂപയുടെ 50,000 രൂപയുടെ സമ്മർഷോട് ചെയ്തുകൊണ്ടിരുന്ന ഓള് MDRT ആയോ. അപ്പൊ സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ MDRT ഓക്കെ, ഫസ്റ്റ് ഇയർ MDRT ആയിട്ട് സെക്കൻഡ് ഇയർ MDRT ആയില്ലെങ്കിൽ എന്താ സംഭവിക്കണം അറിയോ? അവളാരെയോ ഹെൽപ്പ് ചെയ്തിട്ടായതാ. എന്റെ കഠിനാധ്വാനത്തിനും ദൃഢനിശ്ചയത്തിനും എന്റെ ഉറക്കമില്ലായ്മയ്ക്കൊക്കെ വിലയില്ലാതെ ആവും എന്നുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഇയർ കഠിനമായിട്ട് അധ്വാനിച്ചു സാറേ. കഠിനം. അത് 10 hours എല്ലാ ദിവസവും ഞാൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. 10 മണിക്കൂർ ഞാൻ LICക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. എനിക്ക് വേറെ ഒരു പരിപാടി ഇല്ലല്ലോ. ട്യൂഷനൊക്കെ നിർത്തി, ബാക്കി എല്ലാ പരിപാടിയും നിർത്തി, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നും ഞാൻ ഓഫീസിൽ പോകും, നോമിനേഷൻ അങ്ങനെയുള്ള എന്തൊക്കെ സർവീസ് ഉണ്ടോ അതെല്ലാം ഞാൻ ചെയ്യും. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഇയർ കഠിനമായിട്ട് അധ്വാനിച്ചപ്പോഴും എപ്പോഴും ഡിസംബറിലാണ് MDRT ആവാറ്. മോഡറേഷൻ MDRT എന്ന് ഞാൻ പറയാറ്. അപ്പൊ 7,94,000 രൂപയായി നമ്മുടെ MDRTയുടെ കമ്മീഷൻ കൂടി. എങ്കിലും അതിനൊക്കെ എനിക്ക് പറയാനുള്ളത് എന്റെ കഠിനാധ്വാനം തന്നെയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നുമല്ല. 102 പോളിസികൾ ചെയ്തിരുന്ന ഞാൻ 179 പോളിസികളിലൂടെയാണ് സെക്കൻഡ് ഇയർ MDRT ആവുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ മോട്ടിവേഷൻ അങ്ങനെ നിലനിർത്തിയ ഒരു കഠിനാധ്വാനം. ഇല്ലെങ്കിൽ എനിക്കത് എന്നെ ആളുകൾ ഈ മൊയല് വീണപ്പോ അല്ല ചക്ക വീണപ്പോ മൊയല് ചത്തതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ എന്താ പറയുക ഒരു സംക്ഷിപ്ത രൂപം പറയണം. ഓക്കെ, ഇനി വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ അങ്ങനെ ധാരാളം എനിക്കറിയാം ജയലക്ഷ്മി ഫീൽഡ് വർക്ക് ഒക്കെ ഭയങ്കരമായിട്ട്, ഞാനിപ്പോ ഒരു 7-7:30 വിളിക്കുമ്പോ സാറേ ബോട്ടിൽ പോവാണ്, വള്ളത്തിൽ പോവാണ് എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ബഡ്ഡിംഗ് ഹെവൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ കുറെ ആളുകളെ കൊണ്ടുവന്നു. അത് ചുമ്മാ ഒരു ഗ്രൂപ്പല്ല, പല ട്രെയിനിൽ വരെ ട്രാവലിംഗ് ഒക്കെ നടത്തുന്ന ആ ഒരു സംഗതി, അതുപോലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു, അതിന്റെ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നു. അപ്പോ നോർമലി ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല ഏജൻസിന്റെ ഇടയിൽ അവനവന്റെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഫാമിലി, എന്റെ ബിസിനസ്, എന്റെ EMI അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ധാരാളം ആളുകൾ. എങ്ങനെയാണ് ഇത്രയും ആളുകൾ, എന്താണ് ഈ ബഡ്ഡിംഗ് ഹെവൻ ഗ്രൂപ്പിന്റെ ഒരു ഉദ്ദേശം ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരുന്നു? അതായത് ശരിക്കും ബഡ്ഡിംഗ് ഹെവൻ ഗ്രൂപ്പ് ഉണ്ടാവുന്ന ഒരു നെല്ലിയാമ്പതി ടൂറിൽ നിന്നാണ്. ഒരു 2022 ഓഗസ്റ്റ് 17 ഈ പ്രതിസന്ധികളിൽ കൂടെ തന്നെ പെട്ടെന്ന് ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളിങ്ങനെ വിളിച്ചു പറയണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമുക്ക് വേഗം തലശ്ശേരി, പുള്ളിക്കാരൻ കുട്ടി ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അപ്പൊ ശരിക്കും എന്താ പറയാ, ഞാൻ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എറണാകുളം ഡിവിഷനിലുള്ള കുറെ ഏജൻസി ഉണ്ടായിരുന്നു. അവരെല്ലാരും ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നു. ഡോൺ വറി, എല്ലാം ശരി, അങ്ങനെ കുറച്ച് എന്താ പറയാ, ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ എല്ലാ ഏജൻസി സമൂഹവും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളല്ല.
നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ എന്റെ മനസ്സിൽ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു കഷ്ടകാലം വന്ന സമയത്ത് എന്റെ കുറെ കസ്റ്റമേഴ്സ്, ഏജൻസ്, അതായത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിങ്ങില് ശരിക്കും അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, രാമേശ്വരത്തൊക്കെ പോയി 16 ദിവസം കഴിഞ്ഞ സമയത്ത് കുറെ ഏജൻസ് എന്നെ വിളിക്കാൻ തുടങ്ങി. കലൂർ ബ്രാഞ്ച് ഏജൻസ് ഇല്ല, ശരിക്കും കുറെ ഏജൻസ്, ജയലക്ഷ്മി അങ്ങനെ ഇരുന്ന് പോകരുത്, ഫീൽഡിലേക്ക് ഇറങ്ങണം, നമുക്ക് പഴയതിൽ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോകണം, അങ്ങനെ കുറെ ഇത് വന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, എന്തായാലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഡെവലപ്മെന്റ് ഓഫീസർ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഗ്രൂപ്പ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാർത്ഥതയില്ലാത്ത ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബഡ്ഡിംഗ് ഹെവൻ ഗ്രൂപ്പ്. ഇതില് സെഞ്ചുറിയൻ എന്നോ ഹാഫ് സെഞ്ചുറിയൻ എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MDRT എന്നോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ പേഴ്സണലി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആലുവ ബ്രാഞ്ചിലെ ലീന ചേച്ചി, പത്മ ചേച്ചി, കൃഷ്ണകുമാർ ഏട്ടൻ, അങ്ങനെ നെല്ലിയാമ്പതിയിൽ അന്ന് വന്ന ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 40 പേരായിട്ടാണ് ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബഡ്ഡിംഗ് ഹെവൻ ഒന്നും അല്ലായിരുന്നു ഗ്രൂപ്പിന്റെ പേര്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങളൊരു സെലിബ്രേഷൻ ഒക്കെ നടത്തിയപ്പോ നമുക്ക് ഈ ഗ്രൂപ്പിന് ഒരു പേരിടണം. നെല്ലിയാമ്പതി ഗ്രൂപ്പ് എന്നായിരുന്നു ആദ്യം പേരിട്ടോ. അത് കഴിഞ്ഞപ്പോ ചേർത്തല ബ്രാഞ്ചിലെ സുദക്ഷിണ എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞു നമുക്ക് ബഡ്ഡിംഗ് ഹെവൻ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്റെ പോലെ തന്നെ കുറെ ഏജൻസ് ഇടയിൽ മൾട്ടി ടാസ്ക് ഒക്കെ ആയിട്ട് തിരിച്ചുപോയി, കോവിഡ് കാലത്ത് ഒരു നിവർത്തിയില്ലാതെ തിരിച്ചു വന്നവരെല്ലാരും കൂടിയായിട്ടാണ് ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഗ്രൂപ്പ് എനിക്കൊരു പുതിയൊരു ഫാമിലിയെ തന്നു. എൻ്റെ ഒരു വോയിസ് എല്ലാ ദിവസവും ഞാൻ രാവിലെ വോയിസ് ഇടും. വോയിസ് ഇട്ടപ്പോ ഇവരെല്ലാവരും പറഞ്ഞു, ജയലക്ഷ്മി ഇത്രയും അറിവുകൾ ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല, ഇപ്പൊ എവിടെ നിന്നാണ് ഈ മോട്ടിവേഷൻ എന്നൊക്കെ ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് ബുക്സ് വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് വെറുതെ ചുമ്മാ ഒന്നും ഇടാറില്ല. പിന്നെ നമ്മളുടെ IC33 ഇൻഷുറൻസ് റെഗുലേറ്ററിയുടെ ബുക്സും അത്യാവശ്യം കുറച്ച് ബുക്സ് റീഡ് ചെയ്യും. പിന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും ചുമ്മാ പോയി എന്നും പറയില്ല, ബോണസ് എത്രയാണ് ഇതൊക്കെ പഠിച്ചു പോകുന്നതായതുകൊണ്ട് കുറേശ്ശെ പറയാൻ തുടങ്ങിയപ്പോ ആ ഗ്രൂപ്പിലുള്ളവരോട് കൊള്ളാല്ല, ഇയാള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങി. ഈ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടുന്നത് രാവിലെ 6 to 6:30 അപ്പൊ ഞങ്ങൾ ഗ്രൂപ്പിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എല്ലാ ഏജൻസും 6 to 6:30 മോർണിംഗ് ഇന്നത്തെ പരിപാടി എഴുതണം. അങ്ങനെ ഞങ്ങളിങ്ങനെ മോൾഡ് ചെയ്ത് വന്നപ്പോ ഗ്രൂപ്പിൽ കുറെ ആളുകൾ സെഞ്ചുറിയൻസ് ആയി, ഗ്രൂപ്പിൽ കുറച്ച് പേര് ആദ്യമായിട്ട് MDRTs ആയി. അങ്ങനെയാണ് ഈ ബഡ്ഡിംഗ് ഹെവൻ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഒരു കഷ്ടകാല സമയത്ത് എൻ്റെ കഴിവ് ഒരു മോട്ടിവേറ്റർ എന്ന നിലയിൽ എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു ഗ്രൂപ്പാണ് അത്. എൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ആദ്യമായിട്ട് കേറിയ സമയത്ത് ഫസ്റ്റ് ടൈം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു ഏജൻസ്. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് തന്നൊരു ഞാനിപ്പോ ഞെട്ടിപ്പോയി, ഇതേ എക്സലന്റ് മോട്ടിവേറ്റർ ഓഫ് ബഡ്ഡിംഗ് ഹെവൻ എന്ന് പറഞ്ഞവരെ തന്നിട്ടുണ്ട്. അപ്പോ കുറച്ചും കൂടി എന്താ പറയാ, എനിക്കിപ്പോ ഭയങ്കര ഒരു ആഗ്രഹം, ഈ 50 പോളിസി 20 പോളിസി ഒക്കെ ചെയ്യുന്ന ഏജൻസിനും MDRT ആവാൻ സാധിക്കും. നമ്പർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരിക്കലും MDRT ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നമ്പർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം സാർ പറയുന്ന പോലെ കൺസിസ്റ്റന്റ് MDRT ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം മിനിമം ഒരു 100 കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ബഡ്ഡിംഗ് ഹെവൻ ഉണ്ടാവുന്നത്. ഇടയ്ക്ക് ആരോ ഒരാള് മെസ്സേജ് ഇട്ടിരുന്നു, ഈ ഇയർലി പ്രീമിയം ഒക്കെ ഇപ്പൊ MDRT 3 വർഷം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ചാറ്റ് ബോക്സിൽ ഞാൻ തെളിഞ്ഞു കണ്ടാണ്. അപ്പൊ ചോദിക്കുക ഇയർലി പ്രീമിയം ഒക്കെ ചോദിക്കലുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ സാധാരണ ആളുകൾ ഇപ്പൊ നോക്കൂ, ഒരു മിനിറ്റ്, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ആളുകളൊക്കെ ഒരു EMI യുഗത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ മാസവും EMI ആയിട്ട് എല്ലാ സാധനങ്ങളും അടയ്ക്കുക. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെന്നൊരു ഇയർലി പ്രീമിയം ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ജയലക്ഷ്മിയെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, 420 ഏജൻസ്. അപ്പൊ ഞാൻ ഇന്ന് ബൈസാറോട് ചോദിച്ചു, ബൈജു സാറേ ക്വസ്റ്റ്യൻസ് തരാം. ഒരു രക്ഷയില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും തരില്ല, ഇത് പരീക്ഷയാണെന്ന് പറഞ്ഞു. അതുപോലെ ഇയർലി പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിയപ്പെട്ട ഏജൻസി സുഹൃത്തുക്കളെ, പോയി നമ്മൾ ഇയർലി പ്രീമിയം ഒക്കെ ചോദിക്കും.
പക്ഷേ ഇയർലി കിട്ടിയാലും ഹാഫ് ഇയർലി കിട്ടിയാലും ക്വാർട്ടർലി കിട്ടിയാലും മന്ത്ലി കിട്ടിയാലും MDRT ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു 1000 രൂപയാണ് പ്രീമിയം കിട്ടിയെന്ന് വിചാരിക്കാം. ഞാനിപ്പോ എൻ്റെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഇന്നത്തെ ദിവസം, അതായത് ഇപ്പൊ ഇന്ന് മെയ് 23, ആ ഡേറ്റിൽ ഞാൻ 1000 രൂപ ജീവൻ ലാഭ്, 350 രൂപ കമ്മീഷൻ, ഡെയിലി ഞാൻ കമ്മീഷൻ എഴുതും. അപ്പോ ഇയർലി പ്രീമിയം പലപ്പോഴും ചോദിക്കുന്ന സമയത്ത് കിട്ടാറില്ല. മന്ത്ലി നാച്ചിലൂടെ തന്നെയാണ് ഞാൻ MDRT ആവുന്നത്. എന്റെ ബ്രാഞ്ച് മാനേജറോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാട്ടോ. മന്ത്ലി നാച്ച്, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇതൊക്കെയാണ് നമ്മളുടെ MDRT-യിലേക്കുള്ളത്. ഇയർലി പ്രീമിയം വളരെ കുറവാണ് സാറേ. യെസ്, അതൊരു തെറ്റിദ്ധാരണയാണ് പല ഏജൻസിനും. അങ്ങനെ ഇപ്പോഴും MDRT ആവണമെങ്കിൽ ഇയർലി പ്രീമിയം ചെയ്യണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നിടത്ത് ജയലക്ഷ്മിയുടെ ഈ ആൻസർ വളരെ റെലവെന്റ് ആയിരുന്നു. എന്നോടും പലരും ചോദിക്കാറുണ്ട് ഇയർലി പ്രീമിയം ചെയ്തിട്ടാണോ അങ്ങനെയൊക്കെ ആവുന്നുള്ളത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് പ്രീമിയം, മന്ത്ലി ആയിക്കോട്ടെ, ക്വാർട്ടർലി ആയിക്കോട്ടെ, ഇയർലി ആയിക്കോട്ടെ, നമുക്ക് MDRT ആവാൻ പറ്റും എന്നുള്ളതിനൊരു പ്രൂഫാണ് ഇവിടെ ഇരിക്കുന്നത് ജയലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്കിംഗ് മെത്തേഡ് എന്താ? ഇപ്പൊ 3 വർഷം MDRT ആയില്ലേ, എങ്ങനെയാണ് ഇപ്പൊ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്ത് ഒരു വർക്കിംഗ് മെത്തേഡും രാവിലെ ഫീൽഡിൽ ഇറങ്ങുന്ന ഈ സംഗതിയൊക്കെ എങ്ങനെയാ കൊണ്ടുപോണേ? അതായത് എന്നും എപ്പോഴും വിജയിക്കുമെന്ന് വിശ്വസിച്ചു പോയാലുണ്ടല്ലോ സാറേ, ചിലപ്പോ കൊടിയ നിരാശ നമ്മളെ തേടി വരും. അപ്പൊ ഞാൻ പുതിയ ആശയങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും LIC-യിലേക്ക് ഫുൾ ടൈമർ ആയ സമയത്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ്, ബീമ സ്കൂൾ ഞാൻ 2002 മുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പഠിക്കുന്ന സ്കൂള് 10-15 വർഷക്കാലമായിട്ട് എന്റെ കൂട്ടത്തിൽ കുറച്ച് സ്കൂൾസ് ഉണ്ട്. അവിടെ ഏത് ഏജൻസി പോയാലും രക്ഷയില്ല, നമ്മൾക്ക് മാത്രമേ അവർ തരുള്ളൂ. അപ്പോ ബീമ സ്കൂള് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഞാൻ ബീമ സ്കൂളില് എല്ലാ സ്കൂളുകളിലും ഞാൻ കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടുമ്പോൾ തന്നെ എനിക്ക് രാവിലെ എങ്ങോട്ട് പോകണം എന്നുള്ള പ്രോസ്പെക്ട് കിട്ടും. നെക്സ്റ്റ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ്, അതിന്റെ ഒരു മേഖല എന്നെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഇപ്പോഴത്തെ സീനിയർ ബ്രാഞ്ച് മാനേജർ പ്രസാദ് സാറാണ്. അപ്പൊ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ജയലക്ഷ്മി നിങ്ങൾക്ക് എന്തായാലും സാധിക്കും, നമുക്ക് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏത് ബ്രാഞ്ച് മാനേജർ എടുത്ത്, ഏത് സീനിയർ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ വൈദ്യ സാറിനെ വിളിക്കുമ്പോഴും എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പേപ്പർ മേന ഉണ്ടാവും. അവരുടെ നാവിൽ നിന്ന് വീഴുന്ന പോയിന്റ്സ് ഞാൻ എഴുതി വെക്കും. അങ്ങനെ ഈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ് എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പോഴത്തെ സീനിയർ ബ്രാഞ്ച് മാനേജറുടെ നാവിൽ നിന്ന് വന്നത്. ജയലക്ഷ്മി, ഒരു 5.5 കോടി പ്രീമിയം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സാർ, ഒരു 5.5 കോടി പ്രീമിയം അവിടെ ഒരു ഏജന്റ്, അത് എംപ്ലോയർ ആൻഡ് എംപ്ലോയിലൂടെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചതിന് ശേഷം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അറിയുന്ന മുതലാളിമാരടുത്ത് ഒന്നും പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കുറെ ബോർഡുകൾ നോക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ബോർഡിൽ പോയി അതെ. അപ്പൊ ബോർഡ് കാണുന്ന സമയത്ത് ഇയാളുടെ നമ്പർ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഇന്ന കമ്പനി. അപ്പൊ ഗൂഗിളിൽ അവരുടെ നമ്പർ വരും. ആ നമ്പറിൽ ഞാൻ വിളിക്കും, ഹലോ സർ, ഗുഡ് മോർണിംഗ്, ഐ എം ജയലക്ഷ്മി, കോളിംഗ് ഫ്രം LIC ഓഫ് ഇന്ത്യ, എറണാകുളം ഡിവിഷൻ, കലൂർ ബ്രാഞ്ച്. LIC ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. സാറേ, അതല്ല സാറേ, നമ്മൾക്കൊരു എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഗതി വന്നിട്ടുണ്ട്. അത് എറണാകുളത്തുള്ള ഒരു 10 കമ്പനിയിൽ പോയി സംസാരിക്കണമെന്ന് എന്റെ സീനിയർ ബ്രാഞ്ച് മാനേജർ പറഞ്ഞേക്കുന്നു. അങ്ങനെ കുറച്ച് തള്ളക്കിറക്കും നമ്മള്. അങ്ങനെ പറയുന്ന സമയത്ത്, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല കേട്ടോ, LIC ഒന്നും ഞാൻ തരില്ല കേട്ടോ. വേണ്ട സാറേ, LIC വേണ്ട, സാറിന് പരിചയപ്പെടുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ് എന്ന നിലയിൽ പോയി സംസാരിക്കും. എന്തോ നമ്മൾ അങ്ങനെ കുറച്ച് സംസാരിച്ച് ക്ലിക്കായ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് 40 പോളിസി എംപ്ലോയർ ആൻഡ് എംപ്ലോയി ക്ലിക്കായി. ഇതിന് ക്ലിക്ക് ആവാനുള്ള കാരണം ഒറ്റൊരു റീസൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25ഓളം കമ്പനീസിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് സർ. സംസാരിക്കുന്ന സമയത്ത് ഈ കസ്റ്റമർ കുറച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. പറഞ്ഞു, LIC എവിടെ? LIC ഒന്നും വേണ്ടടോ എന്ന് പറഞ്ഞു. LIC ഒക്കെ ചേർന്നിട്ട് എത്ര പോളിസിയാ ലാപ്സ് ആയി പോയെന്ന് അറിയാവോ? ഞാൻ സാറേ, അതൊക്കെ നിൽക്കട്ടെ, നമുക്കൊരു സെക്ഷൻ 37(1) പ്രകാരമില്ലേ സാർക്ക് ഒരു 5 ലക്ഷം ടാക്സ് അടയ്ക്കുന്നുണ്ടാവില്ലേ സാർ? ഈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എടുക്കണമെങ്കിലല്ലേ സാറിന്റെ ആ എക്സ്പെൻസിൽ നിന്ന് നമ്മൾ ഈ 5 ലക്ഷം കുറച്ച് തരും. അപ്പൊ അങ്ങേർക്ക് ലാഭമുള്ള ഒരു കാര്യം. അതുകൊള്ളാൽ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങേരെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അതെല്ലാം പറഞ്ഞു കൊടുത്തു. 102 പോളിസികൾ ഇപ്പൊ ആകും, ഞാൻ ഇപ്പൊ MDRT ആകും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോ ലാസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്ന് പറയാണ്, സാറ് ഈ വർഷത്തെ ടാക്സ് ഒക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് ഇനി ഈ വർഷം പോളിസി എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു.
ചാർട്ടേഡ് അക്കൗണ്ടിനോട് അന്ന് വരുന്ന ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഞാൻ ഭഗവാനെ സാരമില്ല, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസണുള്ളത് സീസൺ. ഇന്നും ഞാൻ ആ കേസ് കംപ്ലീറ്റ് ചെയ്തില്ല, പക്ഷെ ആ 102 പോളിസി ഈ വർഷം വരും. ഞാൻ അതിന്റെ വർക്കിലാണ്. മറ്റ് അത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ടുള്ള, അത് ഞാൻ പറഞ്ഞത്, ഒരു കയറ്റത്തിന് എപ്പോഴും ഒരു ഇറക്കം ഉണ്ടാവും കൂട്ടുകാരെ. എന്നും എപ്പോഴും വിജയിക്കുമെന്ന് വിശ്വസിച്ചു പോയാൽ ചിലപ്പോൾ കൊടിയ നിരാശ നമ്മളെ തേടി വരും. വിജയം ലക്ഷ്യമായി നിരന്തരം ശ്രമിക്കണം. അപ്പൊ ഇദ്ദേഹത്തിനോട് എംപ്ലോയർ ആൻഡ് എംപ്ലോയി പറഞ്ഞ് ഞാൻ നന്നായിട്ട് പഠിച്ചു ഇത്. പിന്നെ ഞാൻ വേറൊരു കമ്പനിയിൽ പോയി സംസാരിച്ചു. അവിടെ നിന്ന് എനിക്ക് 40 എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ് കിട്ടി. 40 പോളിസി കൂടാണ്ട് അവരുടെ അസോസിയേഷനിൽ അവർ സംസാരിച്ചിട്ട് 10ഓളം കമ്പനീസിൽ ഇപ്പൊ നമ്മൾ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. LIC എന്ന് പറഞ്ഞാൽ വൻ സാധ്യതയാണ്. LIC ഏജന്റ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റും. പക്ഷെ അറിവ് വേണം. അറിവ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഇടക്ക് ബൈജു സാറിനെ വിളിക്കൂട്ടാ. അപ്പൊ ഞാൻ ഈ കസ്റ്റമറെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ബൈജു സാറിനെ വിളിച്ച പറഞ്ഞു, ഞാൻ സാറേ 5000 കോടിയുള്ള ആളാണ് എന്ന് പറഞ്ഞു. നീ ദയവേത് 5000 കോടിയുള്ള ആളുടെ അടുത്ത് പോയിട്ട് 1 കോടിയൊന്നും പറയരുത്, നീ ഒരു 250 കോടിയൊക്കെ സംസാരിക്കണോട്ടാ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് 250 ക്രോസ് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 250 കോടിക്ക് എത്രയാണ് സമ്മർഷോടെ, എത്രയാണ് പ്രീമിയം ഒന്നും അറിയില്ല. എങ്കിലും സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു അരമണിക്കൂർ ഈ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള ടീ ഷോപ്പിൽ, എപ്പോഴും ഫ്രണ്ട്സ് നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. വലിയ ആളുകളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, സാറേ എനിക്ക് പോളിസി ഒന്നും വേണ്ട, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ 40 പേർക്ക് താൻ പറഞ്ഞ കേസ് ചെയ്യാന്ന് പറഞ്ഞു. അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ 200 എത്തിയത് കേട്ടോ. മാർച്ചില് 2008 ഞാൻ 211 പോളിസി ചെയ്യുന്നത്. അതിന് ശേഷം തിരിച്ച് 200 ഈ ലേറ്റസ്റ്റ് ഇയർ MDRT ആവുന്നത് 200 പോളിസികൾ ചേർത്തുകൊണ്ടാണ് 3ാമത്തെ വർഷം ഞാൻ MDRT ആയത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ ഭീമ സ്കൂൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഭീമ സ്കൂൾ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എങ്ങനെയാ സ്കൂളുകളെ സെലക്ട് ചെയ്ത് അവിടുത്തെ പലരും എല്ലാ ഏജൻസും ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നത് ഭീമ സ്കൂളിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഭീമ സ്കൂൾ എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്ത്, എത്രണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എത്രണ്ണം പ്രോസസ്, എങ്ങനെയാ അത് അപ്രോച്ച് ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീമ സ്കൂൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സോണൽ ഓഫീസിൽ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോ ഞാൻ പഠിച്ച സ്കൂളുണ്ട്, LMCC GLPS എറണാകുളം ചാത്തിയത്താണ് ഞാൻ പഠിച്ചത് അവിടെ. അപ്പൊ അവിടെ നമ്മൾ ഗേൾസ് ഹോം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാനും അനിയത്തി. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സിനെയൊക്കെ എന്നെ പരിചയമുണ്ട്. അപ്പൊ ഈ ഭീമ സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഏജൻസിനെ ആർക്കും തന്നെ അറിയില്ല. നമ്മള് ഒരു നോട്ടീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ 10 ഏജൻസ് അവിടെ കൊണ്ടു കൊടുത്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ വരുന്ന സമയത്തും കുഴപ്പമില്ല, അവരത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നോട്ടീസ് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു 10ഓളം പോളിസികൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പൊ 25 പോളിസി പ്ലസ് 40,000 പ്രീമിയം വരണം സാറേ ഒരു ഭീമ സ്കൂളായിട്ട് മാറണേ. അതിന് 40,000 പ്രീമിയം എന്നുള്ളത് എനിക്ക് ഓൾറെഡി വന്നു. 26,000 ഹാഫ് ഇയർലി പ്രീമിയം ഒക്കെ ആദ്യം തന്നെ കിട്ടിയത്. അപ്പൊ ഞാൻ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ എന്റെ സീനിയർ ബ്രാഞ്ച് മാനേജർ വിളിച്ചിട്ട് പോകും. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ജീവൻ ലക്ഷ്യ എന്ന് പറയുന്ന പോളിസിയെ കുറിച്ച് പറഞ്ഞ് സാറ് അങ്ങനെ നമ്മൾ ഒരു മീറ്റിംഗ് ഒക്കെ പോയിട്ട് ഒന്നുകൊണ്ട് നമുക്ക് പോളിസി കിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ രാവിലെ അസംബ്ലി ഉണ്ടല്ലോ, എല്ലാ ദിവസവും അസംബ്ലിയിൽ മോർണിംഗ് 9 മണിക്ക് അവിടെ പോയി നിൽക്കും. അപ്പൊ കുട്ടികളാക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സ് വരുമല്ലോ. പാരന്റ്സ് ആണ്. എന്റെ പേര് ജയലക്ഷ്മി എന്നാണ് കേട്ടോ, ഞാൻ ഇവിടെ പഠിച്ചതാണ്. നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ ഭീമ സ്കൂൾ. അയ്യോ മോളെ LIC ഉണ്ട്. ഞാൻ പറഞ്ഞ LIC ഉണ്ടെങ്കിലേ നമുക്കൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ഒരു മന്ത്ലി ഒരു 500 രൂപ അടയ്ക്കാവുന്ന ആർക്കും ചേരാവുന്ന ഒരു പോളിസി ഉണ്ട് ചേച്ചി. ഇപ്പൊ ഒരു 500 വെച്ച് മാറ്റുകയാണെങ്കിൽ 18 വയസ്സാകുമ്പോൾ ചേച്ചിയുടെ കൊച്ചി സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാനൊരു 1.5 ലക്ഷം രൂപ തരാ ചേച്ചി എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ട് പറയും. അപ്പൊ ഈ സമയത്ത് ഈ അരമണിക്കൂർ ഇവര് ഫ്രീ ആണ്. ഈ ചേച്ചിമാരെ നമ്മളെ കേൾക്കാൻ തയ്യാറാവും. എന്നും വൈസാർ ഒരു ദിവസം വിളിച്ചപ്പോ ഞാൻ ഒരു അസംബ്ലിയിൽ നിൽക്കുക, ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ സാധ്യതകൾ മിക്കവാറും ഭീമ സ്കൂൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജനറൽ ബോഡി കൂടിയതുകൊണ്ട് ഒന്നും നടക്കില്ല. അവിടെ ചെന്ന് ആ മാതാപിതാക്കളെ പരിചയപ്പെട്ട് പിന്നെ ആ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് നിങ്ങളുടെ കുട്ടി ചാത്തിയത്താണോ പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ്, ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ 25 പോളിസി ആക്കുന്നത്. ഓക്കെ. അപ്പൊ ഭീമ സ്കൂൾ നിറയെ ചെയ്യുന്നുണ്ട്. ഇപ്പോ റീസെന്റ് ആയിട്ട് പല ഏജൻസും ഒരു ട്രെയിനർ എന്ന നിലയിൽ എന്നോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ സാറേ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ധാരാളം ഒബ്ജെക്ഷൻസ് വരുന്നു ആളുകളോട് LICയെ കുറിച്ച് സംസാരിക്കുമ്പോൾ. ക്ലോസിങ് ഈസി ആവുന്നില്ല.
ഈ ഒരു പ്രശ്നം ജയലക്ഷ്മി നേരിടുന്നുണ്ടോ? അഥവാ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഒബ്ജെക്ഷൻസ് ആൻഡ് ക്ലോസിംഗ് അത് എങ്ങനെയാ പരിഹരിക്കുന്നത്? നമ്മളുടെ പുതിയ തലമുറയെ ഇൻഷുറൻസ് ചേർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുതിയ തലമുറയ്ക്കൊപ്പം നമ്മൾ മാറണം. സത്യം പറയാലോ, ഈ ഏപ്രിൽ 1 മുതൽ ഞാൻ ചേർത്തിരിക്കുന്നത് 14 പോളിസികളാണ്. ഈ 14 പോളിസികളും കൂട്ടുകാരെ LIC 5 വർഷത്തെ ജീവൻധാര പോളിസിയും ഇൻഡെക്സ് പ്ലസ് ആണ്. 35%, 25% കമ്മീഷൻ ഞാൻ നോക്കാറേ ഇല്ല. ഞാൻ മനസ്സിൽ ചെയ്യുന്നത് ഇൻഡെക്സ് പ്ലസിന് 4.5% കമ്മീഷൻ ഉള്ളൂ. കുഴപ്പമില്ല. 10 ഇൻഡെക്സ് പ്ലസ് വെച്ച് കഴിഞ്ഞാൽ 40% കമ്മീഷനായി. വിൽക്കാൻ എളുപ്പമാണ്. 2500 വെച്ച് 15 വർഷക്കാലം അടക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെടുക്കാം. ഡിസ്കണ്ടിന്യൂഡ് ഫണ്ടിൽ പോയാലും പൈസ പോവില്ല. നിഫ്റ്റി 50, 100ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ ഏറ്റവും വലിയ പ്രോബ്ലം, ഒരു ന്യൂജനിന്റെ അടുത്ത് പോയി, സാറേ LICയുടെ ജീവൻ ലാഭ് 25-16 എന്ന് പറയുമ്പോൾ അവൻ ആദ്യം തന്നെ ലാപ്ടോപ്പ് എടുക്കും, എന്നിട്ട് വേഗം ഗൂഗിൾ, ഓക്കെ ജീവൻ ലാഭം മാഡം ഇത് നമ്മൾ 16 വർഷക്കാലം 5000 വെച്ച് അടയ്ക്കുന്നത് ഇത്രയും അല്ലേ? സാറേ എന്നാ ഓക്കെ കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇൻഡെക്സ് പ്ലസ് എന്ന് പറഞ്ഞൊരു പുതിയ ഫണ്ട് ഉണ്ട്. അതെന്താ LICയുടെ ഷെയർ മാർക്കറ്റ് ആണോ, മ്യൂച്വൽ ഫണ്ട് ആണോ? ഞാൻ പറഞ്ഞു സാറേ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്, സാറിന് എനിക്ക് 5 വർഷം കഴിഞ്ഞ് പൈസ വേണം. ഓക്കെ, ഞാൻ 5 വർഷം മാത്രമേ ലോക്കിംഗ് പീരീഡ്, 6ാമത്തെ വർഷം നമുക്ക് എടുക്കാം. അങ്ങനെ പറഞ്ഞ് ഈ പ്രാവശ്യം ഒരു 2 lakhs പ്രീമിയം ഞാൻ ക്ലോസ് ചെയ്തത്. നല്ല പൈസയുള്ള ഒരു കുട്ടിയാണ്, 4 ലക്ഷം സാലറി ഉണ്ട്, ഹസ്ബൻഡിന് 4 ലക്ഷം, വൈഫിന് സാലറി. എനിക്ക് ലക്ഷ്യം ലാഭം ഉമമ്പ് ഒന്നും വേണ്ട, എനിക്ക് 5 വർഷത്തിന് ശേഷം പൈസ എടുക്കണം. 5 വർഷത്തിന് ശേഷം ഞാൻ പണിയെടുക്കില്ല, എനിക്ക് ഇപ്പൊ തന്നെ ഭയങ്കര പ്രഷറാണ് ചെയ്യുന്നത്. ഞാൻ ഇൻഡെക്സ് പ്ലസ് കൊടുത്തു. പക്ഷെ ഇൻഡെക്സ് പ്ലസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കാര്യം പറയണം, 15 വർഷമാണ് പ്രീമിയം അടവ്, പക്ഷെ 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെയാ പറയാറ്, 2500 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും ഒരു വർഷത്തേക്ക് ഒരു 25, അതായത് 1.5 ലക്ഷം രൂപയാണ് നമ്മൾ 5 വർഷം കൊണ്ട് അടയ്ക്കുന്നത്. നിങ്ങൾ ഒരു 1.5 ലക്ഷം അടച്ചാൽ ഉറപ്പായിട്ട് ഒരു 1.25 ലക്ഷം നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിൽ പറഞ്ഞ് പുതിയ തലമുറ ജീവൻ ഉത്സവ്, ഇൻഡെക്സ് പ്ലസ്, ജീവൻ ധാര 5 വർഷത്തെ ഷോർട്ട് ടൈം പ്ലാൻ വിൽക്കാൻ തയ്യാറാണോ? ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പൊ കേരളത്തിൽ ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു 1000 പേരിൽ കൂടുതൽ ഒരു ഔട്ട്സൈഡ് ട്രെയിനേഴ്സിന്റെ അടുത്തൊന്നും പോവാറില്ല. ബാക്കിയുള്ളവരൊക്കെ മറ്റു ട്രെയിനിങ്ങുകളൊക്കെ ധാരാളം അവൈലബിൾ ആണ്. അങ്ങനെ ഈ ട്രെയിനിങ് നിങ്ങളുടെ LICയുടെ ഈ ഒരു MDRT ആവാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ട്രെയിനിങ്ങിനെ പറ്റി നിങ്ങൾ ഏത് ടൈപ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ LICയുടെ ഒഫീഷ്യൽ ട്രെയിനിങ്ങുകൾ എല്ലാം തന്നെ ഞാൻ LICയുടെ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യും. LICയുടെ സോണൽ ചെന്നൈ ട്രെയിനിങ് ഞാൻ പോകാറുണ്ട്, അമ്പത്തൂർ പോകാറുണ്ട്, കോഴിക്കോട് STC പോകാറുണ്ട്. ഇതിന് ശേഷമെല്ലാം തന്നെ നമ്മുടെ ബൈജു സാറിന്റെ ഫ്രീ ട്രെയിനിങ് സെക്ഷൻസ് എല്ലാം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ സാർ എപ്പോഴും പറയുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല, എന്നാണ് നീ എന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു തവണ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം മനസ്സിലായത്. സാറിന്റെ ക്ലാസ്സിൽ നേരത്തെ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു TOT ലെവലിലേക്ക് ആയേനെ. അത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഏത് വലിയ പോളിസി എഴുതാൻ വേണ്ടിട്ട് പോകുന്ന സമയത്തും രാവിലെ ഞാൻ സാറിനെ വിളിക്കും, സാറേ എന്ന് വെച്ചാൽ സാറ് 3 കോടിയുടെ പോളിസി ശിരോമണിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു, ശിരോമണിയാണോ ഉമംഗാണോ സാറേ? അല്ല, 3 കോടി ചെയ്തിരിക്കുന്നത് ഉമങ്ങിലാണ്. ശിരോമണി ഒരു 1 crore ചെയ്തിട്ടുണ്ട്. അപ്പൊ സാർ എപ്പോഴും പറയാറുണ്ട് 1 കോടിക്കും 3 കോടിക്കും 100 കോടിക്കും കുട്ടി ഈ നമ്മളുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ സെയിം ആണെന്ന് പറയാറുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി ഒരു വലിയ പോളിസികളൊക്കെ ചേർക്കുന്ന സമയത്ത്, വലിയ ആളുകളിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റു ട്രെയിനിങ്ങുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പലപ്പോഴും ഒരു തവണ ബൈജു സാറിന്റെ ക്ലാസ് കേൾക്കുന്ന ക്ലാസ് ആയിരിക്കില്ല അടുത്ത ക്ലാസ്സിൽ. ഞാനിത് ആത്മാർത്ഥമായിട്ട് പറയുന്നത് കേട്ടോ. അതായത് ഓരോ സമയത്തും പല ട്രെയിനിങ്ങുകളും നമുക്ക് ഫ്രീ ട്രെയിനിങ് നമുക്ക് LIC ഒഫീഷ്യൽ തന്നെ തരാറുണ്ട് കേട്ടോ. ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് നമുക്ക് LIC ഒഫീഷ്യൽ MDRTs ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് തരാറുണ്ട്. എങ്കിലും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് STC ട്രെയിനിങ്, സോണൽ ട്രെയിനിങ്, അതുപോലെ തന്നെ ബൈജു സാറിന്റെ ഫ്രീ ട്രെയിനിങ്ങുകളാണ് ഞാൻ പലപ്പോഴും കേൾക്കാറ്. ആ ട്രെയിനിങ് ഒക്കെ എനിക്ക് ഒരുപാട് മുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ എൻ്റെ ഒരു ഡ്രീം COTയിലേക്ക് എത്തണം എന്ന് തോന്നിച്ചത്, ഞാൻ ബൈജു സാറിന്റെ ഒരു ക്ലാസ്
എറണാകുളത്ത് കഴിഞ്ഞ മാസം നടത്തിയ രണ്ട് മാസം മുമ്പ് നടത്തിയ സമയത്ത് COT ക്ലാസ് 1000 റുപ്പീസ് ആയിരുന്നു അതിന്റെ പെയ്ഡ് ചാർജ്. അന്നത്തെ ദിവസം ഞങ്ങൾ ബഡ്ഡി ഹെവനിലെ കുറച്ച് ഏജൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തു. അപ്പോ ആ ഒരു ട്രെയിനിങ് കുറച്ചുകൂടി ഉപകാരം ചെയ്തിട്ടുണ്ട്. മിക്കവാറും യൂട്യൂബിൽ ഞാൻ മിക്കവാറും സാർ അപ്ലോഡ് ചെയ്യാറുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണെങ്കിലും. അപ്പൊ ഞാൻ ആ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. വേറെ ട്രെയിനിങ് ഒന്നും നിലവിൽ മറ്റൊരു ട്രെയിനിങ്ങിന് ഞാൻ പോയിട്ടില്ല. എങ്കിലും എന്റെ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കുറച്ചും കൂടി പഠിക്കും സാറേ കാര്യങ്ങൾ. അപ്പൊ ജയ ഒരു കാര്യം ആലോചിക്കണം. ബൈജുവിന്റെ ഫ്രീ ട്രെയിനിങ്ങിൽ വന്നിട്ട് നിങ്ങൾ ഇത്രയ്ക്കൊക്കെ MD ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്റെ പെയ്ഡ് ട്രെയിനിങ്ങിൽ വന്നാലുള്ള അവസ്ഥ എന്താ? അതും കൂടെ ആലോചിച്ചോളൂ. ഓക്കെ, നമ്മുടെ സെഷൻ ഏകദേശം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നെ MDRT ചെയ്യാൻ ധാരാളം ഏതൊരു ഏജന്റിനെ കണ്ടാലും ഭൂരിഭാഗം ആളുകളുടെയും ആഗ്രഹം ഈ MDRT ആവണം എന്നുള്ളതാണ്. അപ്പൊ ഈ MDRT ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജയക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ? ഫ്രണ്ട്സ്, ഞാന് ഒരു 2016 വരയ്ക്കും ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു ഏജന്റ്. പറഞ്ഞാൽ ഡ്രസ്സിങ്ങിലൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അത്യാവശ്യം രാവിലെ എഴുന്നേൽക്കും, കുളിക്കും, അമ്പലത്തിൽ പോകും, അങ്ങനെ. എങ്കിലും ഒരു MDRT ലെവലിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് നന്നായി വേഷം ധരിച്ചു ചെല്ലുന്നയാൾക്ക് സ്വാഭാവികമായി നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക. ഒരു കോടിയുടെയോ അല്ലെങ്കിൽ എംപ്ലോയർ ആൻഡ് എംപ്ലോയിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് സത്യം പറയാല്ല, ഞാൻ റിലയൻസ് ട്രെൻഡ്സിൽ പോയിട്ട് ഒരു 300 റുപ്പീസോ 400 റുപ്പീസിന്റെ ഒരു പുതിയ ഡ്രസ്സ് എടുക്കും. അതുപോലെ പിറ്റേ ദിവസവും ഓരോ ദിവസവും പുതുമകൾ MDRT ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കവറിൽ നിന്ന് ടാബിലേക്ക് മാറുക. 100% ഉറപ്പായിട്ട് ഞാൻ പറയാം. പ്രൊഫഷണൽ വൈസ് ഞാൻ നിങ്ങളെ പോലെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് പോലും ഇല്ലാത്ത വീട്ടിൽ, TV പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, നമ്മള് എത്ര സാധാരണക്കാരാണെങ്കിലും ശരി, ഒരു ഹൈ എൻഡ് കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എനിക്കിപ്പോഴും ഒരു 2 വീലറാണ് ഉള്ളത്. എനിക്കൊരു പഴയ 2 വീലർ ഉണ്ടായിട്ട് MDRT ആയി കഴിഞ്ഞ സമയത്ത് എന്റെ ഓഫീസേഴ്സ് ഒക്കെ വണ്ടി മാറ്റേ എന്ന് പറഞ്ഞിട്ട് വണ്ടി മാറ്റാനുണ്ടായ സാഹചര്യം, ഒരു കസ്റ്റമറുടെ അടുത്ത് ഞാൻ പോയി ഒരു 50 ലക്ഷം രൂപയുടെ പോളിസി എഴുതാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ ഞാൻ അങ്ങേരോട് പോളിസിയൊക്കെ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ചെക്ക് തന്നതിന് ശേഷം പറഞ്ഞു, ജയലക്ഷ്മി ആ 2 വീലർ മാറ്റണോട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്റെ 2 വീലർ കണ്ടു എന്നുള്ളതായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആ ഒരു ഫ്ലാറ്റില് അദ്ദേഹം CCTVയില് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വരുന്നത് അങ്ങേര് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങേര് പറഞ്ഞത്, സഹോദരി, നിനക്ക് ഞാൻ പോളിസി തന്നതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഒരുപാട് കഴിവുള്ള ഒരാളാണ് നീ, പക്ഷെ നീ ആ 2 വീലർ ഉറപ്പായിട്ട് പെയിന്റ് ഒക്കെ പോയൊരു 2 വീലറാണ് ട്ടാ. അപ്പൊ ഒരു MDRT എന്ന നിലയിൽ മാറുന്ന സമയത്ത് എല്ലാം ഒന്ന് പുതുമയാവണം. നമ്മൾ നല്ല രീതിയിൽ ഒരു പുതുമയാവണം. ലേഡീസ് ആണെങ്കിൽ ബ്യൂട്ടി പാർലറൊക്കെ പോണം. പിന്നെ ജെൻസ് ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? ജെൻസ് കമ്പൽസറി ആയിട്ട്, പൊതുവെ ഞങ്ങൾ ലേഡീസിനേക്കാളും കുറച്ച് മടിയന്മാരാണ് ജെൻസ്. നിങ്ങൾ കമ്പൽസറി ആയിട്ട് രാവിലെ ജിമ്മിലൊക്കെ പോണം. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് മോർണിംഗ് എഴുന്നേറ്റ് അത്യാവശ്യം 6 പാക്ക് ഒന്നും ഇല്ലെങ്കിലും സാറേ, അത്യാവശ്യം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇരിക്കാൻ പറയുന്ന രീതിയിൽ നമ്മൾ മാറണം. ഉറപ്പായിട്ട്. ഇതിപ്പോ ആരൊക്കെ എന്നെ കളിയാക്കിയാലും ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ചെറിയൊരു തിരിച്ചടി വന്നാൽ നിരാശയിൽ മുങ്ങി താഴുന്നവരുണ്ട്. അങ്ങനെ നിരാശയിൽ മുങ്ങി താഴ്ന്ന ഒരു ഏജന്റാണ് ഞാൻ പറഞ്ഞു, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ നടന്നു. പക്ഷെ എങ്കിലും എന്റെ കയ്യിലെ ഏജൻസി കോഡ് 00904777G LIC ഏജൻസി, LIC ലൈസൻസ് ആണ് എന്നെ തിരിച്ചു കയറ്റിയത്. ഉടുപ്പിലും നടപ്പിലും വെടിപ്പ് വേണം എന്ന മൊഴി നിങ്ങൾ കേട്ടിട്ടില്ലേ? ദൃഢനിശ്ചയത്തോടെ, സ്ഥിരോത്സാഹത്തോടെ, എവറിത്തിങ് ഈസ് ഡെയിലി പ്രാക്ടീസ്. എന്നും ഫീൽഡിൽ ഇറങ്ങുന്നവർക്ക് മാത്രമേ MDRT ആവാൻ പറ്റുള്ളൂ. എന്നും ഇത് ജോലിയായിട്ട് കാണണം. ഇത് ബഹുമാനപ്പെട്ട മാർക്കറ്റിംഗ് മാനേജറിൽ നിന്ന് കിട്ടിയ ഒരു പോയിന്റ് 10 hours നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ, ഞാൻ പറയാം, ഇപ്പൊ ഞങ്ങൾ ബഡ്ഡിംഗ് ഹെവനിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അല്ലേ ബൈസാറെ? September 5 ഞങ്ങൾ എല്ലാവരും MDRT ആവണം എന്ന്. ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്ക് പ്രോഗ്രാമിൽ വലിയ കാര്യമൊന്നും ഇഷ്ടമല്ല, പക്ഷെ ആ 100 days അവർക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ ഏജൻസ് ഒരു 100 ദിവസം MDRTക്ക് വേണ്ടിയിട്ട് മാത്രം
പരിശ്രമിച്ചുകൊണ്ട് ഞാനൊക്കെ രാവിലെ ഒരു സൂര്യ നമസ്കാരം ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ജിമ്മോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസോ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയോ പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ ആദ്യ കസ്റ്റമറെ 8 മണിക്ക് കാണുന്ന പുതിയ കസ്റ്റമറെ ഞാൻ മഴയാണെങ്കിലും വെയിലാണെങ്കിലും 8 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ 8 മണിക്ക് ഞാൻ വീട്ടിലിരുന്ന് കസ്റ്റമറെ വിളിക്കും. അയാൾ പോളിസി എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി ഒരു ദിവസം 25 പേരോട് സംസാരിക്കുന്നത് ശീലമാക്കുക. കുറെ നെഗറ്റീവ്സും കുറെ നോവും ഒക്കെ കേൾക്കും. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇൻഡെക്സ് പ്ലസിലേക്കും ഉത്സവിലേക്കും തിരിച്ചു പോവുക. ഇനിയുള്ള കാലം ജീവൻ ലാഭ്, ജീവൻ ആനന്ദ്, എൻഡോമെന്റ് പുതിയ തലമുറ എടുക്കില്ല. അതിന് 2024 LIC ഏജൻസിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഷോർട്ട് ടൈം പ്ലാൻ വിൽക്കുക. ഷോർട്ട് ടൈം പ്ലാൻ 5 ഉത്സവം വെച്ചാൽ മതി, കമ്മീഷൻ കൂടും. എനിക്കാകെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. കുറെ ആളുകള് MDRT ആയിട്ട് പിറ്റേ വർഷം ആയില്ല. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കൂട്ടുകാരെ. ഞാനിപ്പോ നിങ്ങളോട് തുറന്നു പറയാം, ഇപ്പൊ ഈ വർഷം ഞാൻ MDRT ആയില്ലെങ്കിലും എന്റെ ഡ്യൂട്ടീസ് 10 മണിക്കൂർ വർക്ക് ചെയ്യുക, കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുക, എല്ലാ ദിവസവും ഓഫീസിൽ പോവുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാനിത് ജോലിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വേറെ ഒരു ജോലിയിലും പോവില്ല. 10 hours നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ഈ ഗ്രൂപ്പിൽ ഇപ്പോ ഏതാണ്ട് 402 പേരുണ്ട്. നിങ്ങൾ 402 പേരും MDRT ആവും. എനിക്ക് പറയാനുള്ളത്, എന്റെ അനുഭവ പരിചയത്തിൽ ഒരു എളുപ്പമാർഗവുമില്ല. കഠിനാധ്വാനം, ആളുകളോട് സംസാരിക്കുക, ആളുകളോട് പോളിസികളെ കുറിച്ച് പറയുക, പുതിയ പോളിസികളെ കുറിച്ച് പറയുക, LICയുടെ ID കാർഡ് ധൈര്യമായിട്ട് LIC ഏജന്റ് ആണെന്ന് പറയുക. ഇതൊക്കെ തന്നെ മതി സാർ MDRT ആവാൻ. ഓക്കെ, ഇടയ്ക്ക് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നു, ഇടയ്ക്കൊരു ഇതിന്ന് ഡിസ്കണക്ട് ആയപ്പോ ഒരു ഏജന്റിനെ വിളിച്ചു, അപ്പൊ ചീത്ത കേൾക്കാൻ തയ്യാറാണോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചു എന്നൊക്കെ. അപ്പൊ ആ ഏജന്റ് ആരാണെന്ന് ഇവിടെ വെളിപ്പെടുത്തിയില്ല. അപ്പൊ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു അപരിചിതനായിട്ടുള്ള ഒരു ഏജന്റ്, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, അദ്ദേഹം MDRT ആണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ഒരു കൂടി, അതായത് എന്റെ ഡെവലപ്മെന്റ് ഓഫീസ്, പ്രത്യേകിച്ച് ഞാനൊരു 19 വയസ്സിൽ ജോയിൻ ചെയ്തൊരു ഏജന്റ് എന്ന നിലയിൽ എന്റെ ഡിയോസിനൊക്കെ ഞാൻ ഒരു കുട്ടിയാണ്. മിക്കവാറും സീനിയേഴ്സ് ഏജൻസിനൊക്കെ, അതായത് എനിക്കിപ്പോ 22 വർഷം സർവീസ് ഉണ്ട്. അപ്പൊ 22 years സർവീസ് എന്ന് പറയുന്ന സമയത്ത് ജോസി സാറിനെ വിളിച്ച സമയത്ത് ഒരു നമ്പർ തന്ന്, ശരിക്കും അദ്ദേഹം എനിക്ക് വേണ്ടി 1/2 മണിക്കൂർ സംസാരിച്ചത് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു ആ ഏജന്റ് ആരാണെന്ന് ഞാൻ പറയാട്ടെ, ലാസ്റ്റ് പറയാം. ഞാൻ ജീവിതത്തിലെ കുറെ പ്രതിസന്ധികൾ കടന്നു വന്നൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ. ആ പറഞ്ഞ വേർഡിൽ നിന്ന് അദ്ദേഹം ഇത്രയും തിരക്കുള്ള ഒരാളായിട്ട് പോലെ എപ്പോഴും ഫോൺ എടുക്കും. എന്നെ ഒരു അതായത് സഹോദരി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു LIC ഏജന്റ് എന്ന നിലയിലോ വിളിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, ഞാൻ ആ വിളിച്ച ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈശ്വരൻ എന്നെ എത്തിച്ചത്, അന്ന് ഞാൻ വിളിച്ചത് അപരിചിതനായിട്ടുള്ള വൈദ്യ സാറിനെയാണ്. സത്യമല്ലേ സാറേ? എന്നെ അന്ന് വിളിച്ച് ഞാൻ കുറെ നേരം സംസാരിച്ച 1/2 മണിക്കൂർ. എന്നെ ജയലക്ഷ്മി മാത്രമല്ല, എന്റെ കുറെ ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ആര് വിളിച്ചാലും ആ സമയത്ത് എനിക്ക് സംശയം, ഒരുപാട് പേര് ബൈ സാറേ ഞങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല, നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞ കുറെ പേര് MDRT ആയിട്ടുണ്ട്. അതിലൊരാളാണ് ജയലക്ഷ്മി. അപ്പോ ജയലക്ഷ്മിയുടെ നമ്പർ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ബെഡിങ് ഹെവൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. കുറച്ചു പേരെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ചു പേരൊക്കെ അതിൽ ചേർക്കാൻ റെഡിയാണല്ലോ അല്ലെ? ജയ, ബഡ്ഡിംഗ് ഹെവൻ ഗ്രൂപ്പിലേക്ക് കുറച്ചു പേരൊക്കെ ആഡ് ചെയ്യാൻ റെഡിയാണല്ലോ അല്ലെ? സാർ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. കൺക്ലൂഡ് ചെയ്തോളൂ. പ്രീപെയ്ഡ് ഏജന്റ് സുഹൃത്തുക്കളെ, നമ്മൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് ബീമ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. നമുക്ക് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻഷുറൻസ് ഉണ്ട്, ബീമ ഗ്രാം ഉണ്ട്, ബീമ സ്കൂൾ ഉണ്ട്. സ്കൂൾ തുറക്കാൻ വേണ്ടിട്ട് പോവാണ്. ഈ സ്കൂൾ തുറപ്പിന്റെ സമയത്ത് നിങ്ങൾ പലപ്പോഴും പല ഏജൻസും പറയാറുണ്ട്, ജയലക്ഷ്മി ബീമ സ്കൂളിന്റെ പോളിസി ചേർത്ത് കഴിഞ്ഞാൽ ലാപ്സ് ആവും. ലാപ്സ് എന്ന് പറയുന്നത് എങ്ങനെ ചേർത്താലും വരും. പക്ഷേ നിങ്ങളൊരു കാല് വെക്കുന്നതിന് മുമ്പായിട്ട് ദയവേത് നെഗറ്റീവ് വിചാരിക്കുക, ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ 102 പോളിസി എംപ്ലോയർ ആൻഡ് എംപ്ലോയി ട്രൈ ചെയ്തിട്ട് പറ്റില്ല. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് മറ്റേ 40 പോളിസിയിലേക്ക് എത്തിയത്. രണ്ടാമത്, നമ്മുടെ ഏജന്റ് സുഹൃത്തുക്കള് പലപ്പോഴും നിരാശ, പോളിസി കിട്ടിയില്ലെങ്കിൽ മനസ്സിൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് പറയട്ടെ, ദൈവമേ അദ്ദേഹത്തിന് എന്റെ കയ്യിൽ നിന്ന് LIC പോളിസി എടുക്കാൻ ഭാഗ്യമില്ല.
അടുത്ത പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫീസറിൽ ആവുന്ന സമയത്ത് ഏജൻസ് കോട്ടയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ഒരാളാണ്. ആ സമയത്ത് എന്തോ LIC എനിക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആവാനുള്ള അവസരം തന്നില്ല. ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് ക്ലിയർ ഒന്നും ഞാൻ എടുത്തില്ല, ചോദിക്കുന്നവരോട് LICക്ക് എന്നെ പോലെ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് ഓഫീസർ കിട്ടാൻ യോഗമില്ല, ഭാഗ്യമില്ല എന്നാ പറയാറ്. എന്തിനേയും പോസിറ്റീവായിട്ട് കാണാം. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക. ആരും എന്തും പറഞ്ഞോട്ടെ, നോ കേൾക്കുക. പോകുന്ന 10 പേരെ പോളിസി എടുത്തില്ലേ, അവർക്ക് ഭാഗ്യമില്ല. ഇപ്പൊ അരവിന്ദാക്ഷൻ ചേട്ടൻ, സതീഷ് കുറുപ്പ്, ഉഷ, ഹംസിക്ക, അങ്ങനെ കുറച്ചു പേരെ ഞാൻ കാണുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിയാണ് ഞാനും ഈ നോകളൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറയും, ഭാഗ്യമില്ല, LIC പോളിസി എടുക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമില്ല, എന്റെ അടുത്ത് പോളിസി എടുക്കാൻ ഭാഗ്യമില്ല. അടുത്ത ആളെ കാണും. നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക, ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. ബഡ്ഡിംഗ് ഹെവൻ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു ജയ, താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്തായാലും ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. കുറെ പേര് മോട്ടിവേറ്റഡ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ചാറ്റ് വിത്ത് ചാമ്പ്യൻസ് ഇന്ന് തുടങ്ങി വെച്ച് ഓരോ 15 ദിവസം കൂടുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരായ ഏജൻസിന് വേണ്ടി ഇത്തരത്തിൽ ജെന്യൂൻ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ആളുകളെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. എന്റെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്, 9544035001 ഉണ്ട്. അതുപോലെ ജയലക്ഷ്മിയുടെ നമ്പർ ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ജയലക്ഷ്മിയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ജയലക്ഷ്മി വലിയൊരു മോട്ടിവേഷനാണ് തന്നിരുന്നു. മൊബൈൽ നമ്പർ ഒന്ന് പറയൂ ജയ തന്നെ പറയാം. 9895271219. ചാറ്റ് ചെയ്തിടണോ സാറേ? ഒന്നുകൂടെ പറഞ്ഞോളൂ, ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോളൂ. ഒന്നുകൂടെ പറയൂ. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് 9895271219. യെസ്, ഇതാണ് ജയലക്ഷ്മിയുടെ നമ്പർ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അപ്പൊ താങ്ക് യു സോ മച്ച് ജയ. വളരെ നല്ലൊരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിനൊന്നും ഞാൻ നിൽക്കുന്നില്ല, ജയ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ആര് LIC ഏജന്റ് എന്ന നിലയിൽ ആരെപ്പോ വിളിച്ചാലും പ്രതികരിക്കുന്ന ഒരാളാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഭയങ്കരമായ ഒരു മോട്ടിവേറ്ററാണ്, എന്നെ അടക്കം ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ബൈജൂസ് അക്കാദമി ഈ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ അടുത്ത പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് MDRT ചെയ്യുന്ന, സെഞ്ചുറിയൻ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് സുരേഷ് ബാബു ഇവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത പ്രോഗ്രാം ചാറ്റ് വിത്ത് ചാമ്പ്യൻസിൽ സുരേഷ് ബാബുവിന്റെ ആണ്. അപ്പൊ ഗ്രൂപ്പിലൊക്കെ വരും. പിന്നെ ബൈജൂസ് അക്കാദമിയുടെ പല സെഷൻസും നടക്കുന്നുണ്ട്. ജയ പറഞ്ഞ പോലെ ഫ്രീ ക്ലാസ് കേട്ടിട്ടേ MDRT ആവുന്നു എങ്കിൽ എന്റെ പെയ്ഡ് ക്ലാസ്സിൽ വന്നാലുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പെയ്ഡ് ക്ലാസ്സിലൊക്കെ വരിക, എല്ലാവരുടെയും സഹകരണമൊക്കെ ഉണ്ടാവും. എന്നെയും നിങ്ങൾക്ക് വിളിക്കാം. എന്റെ നമ്പർ ഇന്ന് പുതുതായിട്ട് കയറിയ ധാരാളം ആളുകളുണ്ട്. എന്റെ നമ്പർ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത സെഷൻ വരുന്നത് ജൂൺ മാസം 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ കോഫി വിത്ത് ക്യാൻ എന്ന് പറഞ്ഞിട്ട് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ ഒരു ഫ്രീ സെഷൻ ബൈജൂസ് അക്കാദമിയുടെ വരുന്നുണ്ട്. ഗ്രൂപ്പിലൊക്കെ അതിന്റെ ഇൻഫർമേഷൻസ് വരും. ഓർക്കണം, ജൂൺ 1-ാം തീയതി തൊട്ട് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെയാണ്. പ്രോഗ്രാമിന്റെ പേര് കാപ്പി കുടിച്ചുകൊണ്ട് കുറച്ച് നമുക്ക് അറിവ് നേടാം. കോഫി വിത്ത് ഗ്യാൻ എന്നുള്ളതാണ് പ്രോഗ്രാം. ദാറ്റ്സ് എ ഫ്രീ സെഷൻ. ഓക്കെ, 5 ദിവസം അടുപ്പിച്ചിട്ടുണ്ട്. രാവിലെ 6 to 7 ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ബൈജൂസ് അക്കാദമിയുടെ പേരിലും ദ വൈബ്രന്റ് ജയലക്ഷ്മിയുടെ പേരിലും നന്ദി പറയുന്നു. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.